പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ, പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ ഒരു സ്തോത്രം പാടിയ ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, ഒരു സ്തോത്രം പാടിയ ശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന, കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ. നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ശവസംസ്കാരം അറിയാത്തവനായി ചെയ്തു പോയാൽ ശവം എഴുന്നേറ്റവും തല്ലിയല്ലേ ചാ. സംഗതിയൊക്കെ ഒന്ന് ഊരിന്തൽ 15, പക്ഷേ അതൊന്ന് പരിപാടി ചെയ്ത് നോക്കുക, അന്നേരം അറിയാം. ഇത്രേ ഉള്ള കാര്യം ഒന്ന് ചെയ്ത് നോക്ക്. പണിയറിയാത്തവൻ പോയി സ്നാനപ്പെടുത്തിക്ക്, നിന്നെയും കൊണ്ട് മുങ്ങവൻ, കളിയങ്ങ് മാറും, സംഗതി അങ്ങ് മാറും. ഇതിലാര് സ്നാനപ്പെട്ടു എന്ന് വീഡിയോ പിടിച്ചവന് പോലും പിടികിട്ടുകയല്ല, കളി മാറും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യഗണങ്ങളിൽ താരതമ്യേന പ്രായം കൊണ്ട് ഇളയവനും യേശുവുമായി ഭൗതിക അർത്ഥത്തിൽ അല്പ രക്തബന്ധമുള്ള, രക്തബന്ധം യേശുവായിട്ടുണ്ട് എന്ന് പറയുന്നത് അത്ര യോഗ്യമല്ല, എങ്കിലും യേശുവുമായി ഏതെങ്കിലും തരത്തിൽ ഒരു ഭൗതിക ബന്ധം ആരോപിക്കാൻ കഴിയുന്ന എളിയ ശിഷ്യൻ്റെ പേരാണ് യോഹന്നാൻ. യോഹന്നാൻ്റെ ശരിപ്രയോഗം യുഹാന എന്നാണ്. യുഹാന അങ്ങനെ വിളിച്ചെങ്കിലേ ഒറിജിനൽ പേരാകൂ യുഹാന. അതുകൊണ്ട് യുഹാന എന്ന് വിളിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, യോഹന്നാൻ എന്ന് പറഞ്ഞാൽ മതി. മലയാളമാണ് അവരുടെ പേരുകളൊക്കെ പറയുന്നതിൽ ഏതാണ്ട് നീതി പുലർത്തിയിട്ടുള്ളത്, ഇംഗ്ലീഷ് അല്ല. ജോൺ എന്നതിനേക്കാൾ ശരിയായ പ്രയോഗം യോഹന്നാനാണ്. ഓക്കെ, ഈ യുഹാന എന്ന യോഹന്നാൻ അദ്ദേഹം യേശുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ. അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തനുസരിച്ച് യേശു സ്നേഹിച്ച ശിഷ്യൻ. ഇനി ആ ബന്ധം ഞാൻ പറയാം. യേശുവിൻ്റെ അമ്മയായ മറിയയുടെ സഹോദരി ശലോമിയുടെ മകൻ. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് സെബദി എന്നായിരുന്നു. ഈ കൂടെ തനിക്കൊരു ജ്യേഷ്ഠനുണ്ട്, യാക്കോബ്. ഇവരെ രണ്ടുപേരെയും ചേർത്തുകൊണ്ട്, യാക്കോബിനെയും യോഹന്നാനെയും ചേർത്തുകൊണ്ട് കർത്താവ് ഒരു പേര് വിളിച്ചു, ബോ ബെർനഗോസ്. ഇങ്ങനെയാണ് വിളിച്ചത്. ലോകം വിളിച്ചു സെബദി മക്കൾ. സെബദി മക്കൾ എന്ന് വിളിച്ചപ്പോൾ കർത്താവ് വിളിച്ചത് സെബദിയുടെ മക്കൾ എന്നല്ല, സൺസ് ഓഫ് തണ്ടർ, ഇടിയുടെ മക്കൾ. അങ്ങനെ വിളിക്കാൻ കാരണം ഏതൊരു കർത്തവ്യത്തിലും ഏതൊരു കാര്യത്തിലും അവർ പുലർത്തിപ്പോന്ന ഊർജ്ജസ്വലതയായിരുന്നു. ഏത് കാര്യത്തിനും ഓടിയെത്തുന്ന അവരുടെ ഊർജ്ജസ്വലത ഒക്കെ കണ്ടിട്ട് വിളിച്ച പേരാണെന്നാണ് ഒരനുമാനം. ഇനി എന്തുമാകട്ടെ, കർത്താവ് ഒരു പേരിട്ട് വിളിച്ചാൽ, കർത്താവ് ഇരട്ടപ്പേരിട്ട് വിളിച്ചാൽ പോലും അതിലൊരു ഭംഗിയുണ്ട്, ഒരർത്ഥമുണ്ടല്ലേ. കർത്താവ് അവരെ അങ്ങനെ പേരിട്ട് വിളിച്ചു. ഇനി ഈ കുട്ടി മറ്റാർക്കുമില്ലാത്ത ചില ഗുണങ്ങൾ യേശുവിൽ നിന്ന് പഠിച്ചു. അതിലൊന്ന്, ഏത് ഘട്ടത്തിലും യേശുവിനെ ഉയർത്തുക, സ്വയം പിന്നിലേക്ക് മാറി നിൽക്കുക. തന്നെക്കുറിച്ച് കൂടുതൽ പറയാതെ യേശുവിനെക്കുറിച്ച് അധികം പറയുക, യേശുവിനെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. യേശു തൻ്റെ സ്വത്താണ്, സമ്പത്താണ് എന്ന ഒരു ബോധ്യത്തിൽ ആ ഹൃദയത്തോട് ചേർന്ന് പറ്റിയിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ആ കുട്ടിയെ കണ്ടപ്പോൾ ആളുകളും സുഹൃത്തുക്കൾക്കും അന്നെന്താണെന്ന് വിചാരിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ പറ്റിച്ചേർന്നപ്പോൾ, ഒട്ടി നിന്നപ്പോൾ അവന് ജീവിതത്തിലെ പല സന്ദർഭങ്ങളുടെ, വിലയേറിയ പല അനുഭവങ്ങളുടെ ചില പാഠങ്ങൾ നഷ്ടമായി. വീട്ടിൽ അമ്മയോടൊപ്പം, അപ്പനോടൊപ്പം, സഹോദരനോടൊപ്പം ചിലവഴിക്കേണ്ട ബാല്യകാലത്തിൻ്റെ നല്ല ഭൂതകാലങ്ങളെ ഒരർത്ഥത്തിൽ നഷ്ടമായപ്പോൾ ആ ഭൂതകാലം യേശുവിനോട് ചേർന്നിരുന്നു എന്നത് അവന് പ്രയോജനപ്പെട്ടു. അങ്ങനെ യേശുവായിരുന്നു ജീവിതത്തിൻ്റെ സകലവും. ആ ചിന്തയിൽ അവന് മറ്റാർക്കുമില്ലാത്ത ഒരനുഭവമുണ്ടായി. അത് യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് യേശുവിൻ്റെ അന്ത്യരംഗങ്ങൾ കൃത്യം കണ്ടൊപ്പിയെടുക്കാൻ ഈ കൊച്ചുകുട്ടിക്ക് മാത്രമേ അപ്പോസ്തലന്മാരിൽ ഭാഗ്യമുണ്ടായുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരായിരിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ വലിപ്പം അല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾക്ക് ക്രൂശിൻ്റെ ചുവട്ട് നിൽക്കാനുള്ള സന്മനസ്സാണ്
ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ധൈര്യം. പ്രൈസ് ദി ലോർഡ്. ഏകരായി ക്രൂശിൻ്റെ ചുവട്ട് നിൽക്കുവാൻ. കുടുംബത്തിൽ പലതരം പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ, ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ, കഷ്ടപ്പാടുകളുടെ നടുവിൽ, ഞെരുക്കങ്ങളുടെ നടുവിൽ യേശുവിനൊപ്പം നിൽക്കുവാൻ, ആ ക്രൂശിനൊപ്പം നിൽക്കുവാൻ നമുക്ക് കിട്ടുന്ന ഭാഗ്യം ഒരപൂർവ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമുഖമായൊരു തീരുമാനമെടുത്തു പോകണം. ഈ ആര് തള്ളിക്കളയുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും എനിക്കിഷ്ടം ക്രൂശിനൊപ്പം നിൽക്കാനാണ്. ഹല്ലേലൂയ. സ്തോത്രം. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുമ്പോൾ കരം നീട്ടി അതിലൊരു കഷണം വാങ്ങി അതിൻ്റെ രുചിയേറിയ അനുഭവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതിനേക്കാൾ, അമ്മാവിയമ്മയെ സൗഖ്യമാക്കിയപ്പോൾ പത്രോസിനുണ്ടായ ആഹ്ലാദത്തെക്കാൾ, പെരുത്ത മീൻകൂട്ടം വലയിൽ കയറിയപ്പോൾ ഉണ്ടായ സന്തോഷത്തെക്കാൾ, ലാസർ എന്ന മനുഷ്യൻ മരിച്ച് ചീഞ്ഞഴുകി 4 ദിവസം കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരുന്ന കാഴ്ച ഈ ഭൗതിക കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുക്കാൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായ വിസ്മയത്തെക്കാൾ എൻ്റെ ഇഷ്ടം, എൻ്റെ ആവേശം ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതാണ്. ആ താല്പര്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ ആ ക്രൂശിൻ്റെ മഹത്വം ഉലകത്തിൻ്റെ മുമ്പിൽ പ്രകീർത്തിച്ചുകൊണ്ട് എന്നെയും നിങ്ങളെയും ഭരമേൽപ്പിച്ച ആ സുവിശേഷ ഘോഷണം നമുക്ക് ഒരുമിച്ച് നിർവഹിക്കാം. ഈ ക്രൂശാണ് ഭക്തൻ്റെ പ്രതീക്ഷ, ഈ ക്രൂശാണ് അവൻ്റെ പ്രശംസ. ഈ ക്രൂശിലല്ലാതെ ഞങ്ങൾക്ക് പ്രശംസയില്ല. അവസാന നിമിഷവും ക്രൂശാണ് എനിക്ക് അഭയം, ക്രൂശാണ് എനിക്ക് ആശ്വാസം, ക്രൂശാണ് എനിക്ക് മാർഗദർശി. ഹല്ലേലൂയ. അപ്പോൾ ഈ ക്രൂശിൻ്റെ വിട്ട് നിൽക്കുക അത്ര എളുപ്പമുള്ളൊരു പണിയല്ല. അതിന് കാരണം ഈ വെള്ളത്തിന് മീതെ നടക്കുന്ന കണ്ടാൽ ഒരു ആവേശമാണ്, എല്ലാവർക്കും ആവേശമാണ്, നമ്മളെല്ലാം കൈയടിക്കും, നമ്മളും അതുപോലൊക്കെ ശ്രമിക്കും. അതാ പത്രോസ് ചെയ്തിട്ട് പറ്റാതെ പോയത്. 5 അപ്പം കിട്ടുമ്പോൾ നമുക്കും ഒരാഹ്ലാദം. കാരണം യേശു തരുന്ന അപ്പം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അപ്പം പോലൊന്നുമല്ല, അല്ല വീട്ടിലുണ്ടാക്കുന്ന പോലല്ല, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടത് സന്തോഷം തന്നെയാണ്. പക്ഷെ ക്രൂശിൻ്റെ ചൂട്ടിൽ നിന്ന ആ രംഗം കാണുക ഒരല്പം പ്രശ്നമാണ്. അവൻ പ്രാണനെ വിടാനുള്ള ഞരക്കം, ഇഹലോകം വിട്ടവിടുത്തെ പ്രാണനെ ശുശ്രൂഷ തികച്ച് അപ്പൻ്റെ പക്കലേക്ക് ഏൽപ്പിക്കുന്ന അന്ത്യനിമിഷം, വേദനയോടെ പുളയുന്ന ആ രംഗം, അതിങ്ങനെ കണ്ടു നിൽക്കാൻ അപൂർവം ചിലരെ ക്രൂശിൻ്റെ ചുവട്ടിലുള്ളൂ. ഒരുപറ്റം സാധുക്കളായ സ്ത്രീകളും താരതമ്യേന പ്രായം കുറഞ്ഞ ഈ ചെറുപ്പക്കാരനും. സത്യത്തിൽ പേരും പ്രസിദ്ധിയുമുള്ള പാരമ്പര്യങ്ങളുടെ നൂലാമാലകളിൽ പേരെഴുതി ചേർക്കപ്പെട്ട സ്ലീഹന്മാർ എന്ന നാമകരണമുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും കണ്ട ഏതൊരാളേക്കാൾ ചേതോഹരമായ അനുഭവം ഇവർക്കുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മയിലും സഹോദരിമാർ ധാരാളമുണ്ട്. അവർ നമ്മുടെ അഭിമാനമാണല്ലേ. എന്നോടൊരാൾ പറഞ്ഞു, നിങ്ങളുടെ ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു സ്ത്രീയാണ് ഉണ്ടാക്കിയത്. അതൊരു സത്യമാണ്. ഇന്ത്യയിൽ പെന്തക്കോസ്റ്റലിസം രൂപപ്പെടുന്നത് എവിടെയാണെന്നറിയോ? എവിടെയാ? ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയുടെ ആ കൂട്ടായ്മയിലാണ്. എന്നാൽ അങ്ങനെ വെറുതെ സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് തള്ളാതെ, സ്ത്രീ ആയതാണ്ട് കുഴപ്പമാണോ? ആട്ടെ, ഒരു സഹോദരിയായി ഒരു സ്ത്രീ ആയതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ, കുഴപ്പം മാറണമല്ലോ. അങ്ങനെ ഒരു കുഴപ്പം വേണ്ട. ഒരു സ്ത്രീ ആയതിലും ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഒരു പുരുഷനായതിലും ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിൻ്റെ പദ്ധതി അതൊക്കെ അല്ലേ. കർത്താവ് കൃത്യം പറഞ്ഞ സ്ത്രീയെ കൂടാതെ ക്രിസ്തു യേശു പുരുഷനില്ലെന്നും പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല. അങ്ങനെയാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് ഈ സ്ത്രീയുടെ കാര്യം ഞാനെന്ന് പറയാം. ഇവിടെ വില്യം കേരി പണ്ട് കൽക്കട്ടയിൽ വന്നു. അദ്ദേഹം ആ പരിസരങ്ങളിലൂടെ ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് വരും വഴിക്കൊരു കാഴ്ച ഉണ്ട്, വളരെ ദയനീയമായൊരു കാഴ്ച. ഒരു 10-12 വയസ്സുള്ള ഒരു പിഞ്ചോമന കുഞ്ഞ്, ഒരു പെൺകുട്ടി, സുന്ദരി, ഊർജ്ജസ്വല. അവളുടെ മുടിയൊക്കെ മുട്ടയടിച്ച് പിന്നിലേക്ക് കൈകൾ കെട്ടി വലിച്ചിഴച്ചു കൊണ്ടുവന്നു. അവൾ കരയുന്നുണ്ട്, ഉച്ചത്തിൽ കരയുന്നുണ്ട്. പക്ഷെ ഒരു പ്രതിരോധവും സ്വീകരിക്കാതെ ഒരു പറ്റം തടിമാടന്മാർ അവളെ കൊണ്ടുവന്നു. വില്ലം കയറി പിന്തുടർന്നു. ഇതെന്താണ്? ധാരാളം ആളുകൾ പിന്തുടരുന്നുണ്ട്. ഇവൾ മോഷ്ടിച്ചോ? എന്താ ഈ പ്രശ്നം? അല്ലേ എന്താ തെറ്റ്? കൊണ്ടുവന്നിട്ട് ഒരു 85 വയസ്സെങ്കിലും പ്രായം വരുന്ന ഒരു വൃദ്ധൻ്റെ
ശവശരീരത്തോട് ചേർത്ത് അവളെ കിടത്തി. ഇതെന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പോഴേക്കും അവിടെ കീറി വെച്ചിരുന്ന പച്ചമുളയുടെ ഒരു കെട്ടവിടെ കൊണ്ടുവന്നു. അത് ഈ കിടക്കുന്ന പെൺകുട്ടിയുടെയും ഈ ശവശരീരത്തിൻ്റെയും അടിയിലൂടെ അപ്പുറം കടത്തി. മുകളിലും വെച്ചു ഇതുപോലെ. എന്നിട്ട് ഇവരെ ചേർത്ത് പച്ചവള്ളിക്ക് വരിഞ്ഞു മുറുക്കി ഒന്നാക്കി തീർത്തു. പച്ചമുളകൾ ചേർത്ത്, കയറ് ചേർത്ത്, വള്ളികൾ ചേർത്ത് തലങ്ങും വിലങ്ങും ബന്ധിച്ച് അവളുടെ ചലനശേഷി കംപ്ലീറ്റ് നശിപ്പിച്ചു. അവൾ ബോധരഹിതയായി. ഈ കിടക്കുന്ന പുരുഷൻ അവളുടെ അപ്പനോ മുത്തശ്ശനല്ല, ഭർത്താവാണ്. നോക്കണം, ഈ ഘട്ടത്തിൽ അവളുടെ ശരീരത്തിലേക്ക് ചിരട്ടയും നെയ്യും കച്ചിയുമൊക്കെ വാരിയിട്ടു. ഒരു വലിയ കച്ചിക്കൂന അവിടെ രൂപപ്പെട്ടു. എന്തോ ചില പ്രാകൃത ശബ്ദങ്ങൾ ഉദ്ധരിച്ച ശേഷം ഒരു തിരി കത്തിച്ചവളുടെ ശരീരത്തിലേക്ക്, ഈ തീക്കൂനയിലേക്ക് ഇട്ടു. ആളിക്കത്തുന്ന തീക്കുള്ളിലും കർമ്മികൾ പാട്ടുപാടിയും നൃത്തം ചെയ്തും ഇവർക്ക് ശവദാഹം നിർവഹിക്കുകയാണ്. പൗരാണിക ഭാരതം കണ്ടുമടുത്ത സതി എന്ന ദുരാചാരം. വെല്ലങ്കേറി വിഷമിച്ചു, അതീവ ദുഃഖമായി. ആളുകളോട് ചോദിച്ചു, എന്താ സുഹൃത്ത് ഇത്? കാര്യങ്ങൾ പറഞ്ഞു. ഇതാ സംഭവം. അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തലങ്ങും വിലങ്ങും അദ്ദേഹം വീട്ടിലൂടെ നടന്നു. ചിന്തിക്കാൻ പറ്റണില്ല. അദ്ദേഹം ചോദിച്ചു, ഇതുപോലെ അനേകർ മരിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇത് സ്വാഭാവികം, ഇവിടെ നടത്താതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം ബ്രിട്ടന് അന്ന് തന്നെ കത്തെഴുതി. ഗവർണർ ജനറൽമാരെ കണ്ടു, ആളുകളെ ബോധവൽക്കരിച്ചു, ഗ്രാമങ്ങളിലൊക്കെ കടന്നുപോയി ഇതിനെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തി, വിദ്യാഭ്യാസം കൊടുത്തു. പരിണിതഫലമായി ചില പെൺകുട്ടികൾ ഈ കയറിൽ വരിഞ്ഞു കിട്ടും മുമ്പ് മരണവാർത്ത അറിയുമ്പോഴേ ഓടി രക്ഷപ്പെട്ടു. കാട്ടിലും മലയിലും പല വഴിക്ക് പോയി. നാട്ടിൽ ചെന്നാൽ ക്രൂരന്മാരായ പുരുഷന്മാർ, വീട്ടിൽ വന്നാൽ ആചാരം തെറ്റരുത്, മുറ തെറ്റരുത്, ആളിക്കത്തുന്ന അഗ്നികുണ്ഡം, കാട്ടിച്ചെന്നാൽ ക്രൂരമൃഗങ്ങൾ. ഇങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഒരു വനിത ഇത്തരം സ്ത്രീകളെ കണ്ട് മനസ്സലിവ് തോന്നി ഒരു സ്ഥാപനം കെട്ടിപ്പടുത്ത് അതിനുള്ളിൽ അവരെ പാർപ്പിച്ച് നെയ്ത്തും കൈത്തറിയും ഒക്കെ പഠിപ്പിച്ച് ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ച് സമൂഹം പുറന്തള്ളിയ ഇന്ത്യ മഹാരാജ്യത്തിലെ അന്നത്തെ ദുരാചാരങ്ങൾക്ക് വേണ്ടാത്ത ഒരു പറ്റം സ്ത്രീകളെ തൻ്റെ പ്രാർത്ഥന മുറിയിൽ പാർപ്പിക്കാൻ തൻ്റെ ഇടം കാട്ടിയ സ്ത്രീകളായിരുന്നു പെന്തക്കോസ്തിൻ്റെ കരുത്ത്. അല്ലല്ലോയ്യ. ഈ യോഗം കഴിയുമ്പോൾ അങ്ങനെ ചെല്ലൂടെ എഴുന്നേക്കണം. അല്ലാതെ നമ്മുടെ സഹോദരി സമാജത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് അടികൂടി അതിനുവേണ്ടി വന്നിട്ട് ദെബോറയുടെ കാര്യം പ്രസംഗിച്ച് അക്കില്ലാസും പ്രിസ്കില്ലയുടെയും കഥ പറഞ്ഞ് ഇത് മാത്രം പോരാ, ഇതൊക്കെ പ്രസംഗിച്ചോളൂ, തീർന്നില്ല. നമുക്ക് പ്രവർത്തിക്കണം. ഇത് കേവലം ഒരു സ്ത്രീയല്ല, സംസ്കൃതത്തിൽ അവഗാഹ പാണ്ഡിത്യമുള്ള ഒരു സ്ത്രീ. ഞങ്ങളുടെ ബ്രദർ ആൻഡ് സഹോദരങ്ങൾ ചോദിക്കാറുണ്ട്, സൈമൺ സാറിനെ പോലൊരു പണ്ഡിതനുണ്ടോ? എനിക്കദ്ദേഹത്തെക്കുറിച്ച് പാണ്ഡിത്യത്തെപ്പറ്റി വേണ്ടത്ര അറിവ് പോരാ, പക്ഷെ പറയാം. ഈ സ്ത്രീ അറിയപ്പെട്ടത് പണ്ഡിത രമാബായി എന്നായിരുന്നു. ഈ രമാബായി ചിത്പവൻ ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു. ബ്രാഹ്മൺ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന സമൂഹമാണ് ചിത്പവൻ ബ്രാഹ്മൺ. ഗാന്ധിജി വെടിവെച്ചു കൊന്ന ഗോഡ്സെ ചിത്പവൻ ബ്രാഹ്മണായിരുന്നു. ഈ കുലത്തിൽപ്പെട്ട ഈ പെൺകുട്ടി യേശുവിനെ സ്വീകരിച്ച ഒരു സഹോദരിയായിരുന്നു. കർമാചാരങ്ങളുടെ ഏറ്റവും ശക്തിമത്തായ തിരത്തള്ളൽ അനുഭവപ്പെടുന്ന ആ കാലത്ത് യേശുവിനെ സ്വീകരിച്ച ആ സ്ത്രീ തൻ്റെ സ്ഥാപനത്തിന് മുക്തി മിഷൻ എന്ന് പേരിട്ട് അവിടെ പരിശീലനം ആരംഭിച്ചു കൊണ്ടിരിക്കെ ബംഗാളി ഭാഷയിലെ ബൈബിൾ വായിച്ചു കൊണ്ടിരുന്നൊരു പെൺകുട്ടി അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിച്ചിട്ടൊരു സംശയം. മാഡം, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്തൊന്നിച്ചുകൂടി ആദിയായ സംഭവ വികാസങ്ങൾ വായിച്ചിട്ട് അന്യഭാഷകളിൽ സംസാരിക്കുന്ന ആളുകളെ കാണുന്നു. ഇത് ഇന്നും സാധിക്കുമോ? ഉത്തരം അറിയില്ലെങ്കിൽ അതും ഇതും വിളിച്ചു പറയരുതേ. ഒറ്റ വഴിയുള്ളൂ.
പത്രോസിന് ഉത്തരം അറിയില്ല. അപ്പോൾ പറഞ്ഞു, നീ അറിയുന്നു കർത്താവേ. ഈ സ്ത്രീ പണ്ഡിത രമാബായിയും പറഞ്ഞു, എനിക്കറിയില്ല, പക്ഷെ അറിവുള്ള ഒരുത്തനുണ്ട്, നമുക്ക് അവിടുത്തെ സാന്നിധ്യം തേടാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ആദ്യം മുഴുമിപ്പിക്കും മുമ്പ് ആളിക്കത്തുന്ന താപജ്വാലകളുടെ നടുവിലേക്ക് സതിയുടെ ഭൗതിക തീക്കുള്ളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് പ്രാണൻ രക്ഷിച്ച ആ സ്ത്രീകൾക്കുള്ളിലേക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ തനിയാവർത്തനം അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായിക്കൊണ്ട് ഓരോരുത്തൻ്റെ മീതെ പതിഞ്ഞുകൊണ്ട് അതാ അവരും ആത്മാവിൽ ആരംഭിക്കുന്നു ദൈവകൃപയുടെ ഒരു പുതിയ അധ്യായം. ചുരുക്കി പറഞ്ഞാൽ സമൂഹം ദുരാചാരങ്ങളുടെ പേരിൽ തിരത്തള്ളിയ അവശിഷ്ടങ്ങളിൽ നിന്ന് പടുത്തുയർത്തിയ അത്യുജ്വല പ്രസ്ഥാനത്തിന്റെ പേരാണ് പെന്തക്കോസ്റ്റ്. അതുകൊണ്ട് ആ സന്ദേശം ഇന്ന് രാത്രിയോടെ ഉയർത്തുമ്പോൾ അതിൽ ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് ഒരുമിച്ച് ഉയർത്താം. അതുകൊണ്ട് ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഞാനും നിങ്ങളും എന്നറിയപ്പെടുന്നതിൽ നമ്മൾ സന്തോഷിക്കണം. ഒപ്പം ഇത് അനിൽക്കൊടിത്തോട്ടം മാത്രം പറയുന്ന ചരിത്രമല്ല. പണ്ഡിത രമാബായി ആദരിച്ചത് ഇന്ത്യ മഹാരാജ്യമായിരുന്നു. നോക്കണേ, ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ, അവണ്ണം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ, ഇവർക്കൊക്കെ മാത്രം കിട്ടിയ പുരസ്കാരം ആ കരങ്ങൾ നീട്ടി വാങ്ങാൻ പണ്ഡിത രമാബായിക്കും ദൈവ അവകാശവും സാഹചര്യവും കൊടുത്തെങ്കിൽ ഓർത്തു നോക്കണം രാജ്യം എങ്ങനെ അവരെ ആദരിച്ചു. വില്യം ഗേരിയെക്കുറിച്ചും പറയാം. അത് കേവലം മിഷണറി പ്രവർത്തകനായിരുന്നില്ല. 91 അദ്ദേഹം ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ 100 വർഷം തികയുന്ന വേളയിൽ വില്യം ഗേരി ആദരിച്ചത് ഇന്ത്യൻ രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിക്കൊണ്ട് അദ്ദേഹത്തെയും ആദരിച്ചു. ഇതൊന്നും ഇന്നത്തെ ചരിത്രകാരന്മാർ എഴുതൂല. അവർ സതി നിർമ്മാർജ്ജനമൊക്കെ പറയുമ്പോൾ അതിൽ ഇടപെട്ട പ്രധാന പേരുകൾ എഴുതൂല. പോട്ടെ, എൻ്റെ വിഷയം അതല്ല. അതുകൊണ്ട് നിങ്ങളൊരു ചെറിയ മനുഷ്യനാന്ന് തോന്നണ്ട. എപ്പോഴാ നമ്മൾ ചെറിയ മനുഷ്യരാണ്, പക്ഷെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് വലിപ്പം വർദ്ധിക്കും, നമുക്ക് അറിവ് വർദ്ധിക്കും, നമ്മുടെ ചിന്താപരത വർദ്ധിക്കും, നമ്മുടെ ആത്മശക്തി വർദ്ധിക്കും. രണ്ട് ഇന്ന് രാത്രി ഇരിക്കുന്ന ചെറിയവരും വലിയവരുമായ കുഞ്ഞുങ്ങളും മുതിർന്നവരുമായ ഏവരും ഒന്ന് സമ്മതിച്ചേക്ക്, ഞാനൊരു ചെറിയ മനുഷ്യൻ, പക്ഷെ ഞാൻ സേവിക്കുന്ന ദൈവം മഹാൻ, സർവശക്തൻ, അവൻ മഹാദൈവം, അവൻ്റെ സന്നിധിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്തോത്രം. ഒടുക്കം യോഹന്നാൻ ഈ കാഴ്ചയൊക്കെ കണ്ടു, ഭയം കൂടാതെ കണ്ട്. പിരിയാൻ നേരം യേശു പറഞ്ഞു, സഹോദരാ, ഇതാ നിൻ്റെ അമ്മ. ശ്രദ്ധിക്കണം, എങ്ങനെ പറഞ്ഞേ? എൻ്റെ അമ്മ എന്നല്ല, യേശുവിൻ്റെ അമ്മ തന്നെയാണ് മറിയം. ഞങ്ങൾക്ക് കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വിശുദ്ധ മറിയം എന്ന് വിളിക്കാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ആദരിക്കപ്പെട്ട ഒരു ദൈവദാസിയാണ് അവരെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല. അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ ദൈവമക്കളല്ല. നമുക്കാർക്കെങ്കിലും കന്യകാ മറിയം എന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസിയോട് എന്തെങ്കിലും വിരോധമുണ്ടോ? സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആ കർത്തൃദാസിയോട് നമുക്ക് ആദരവാണുള്ളത്. പക്ഷെ ആരാധിക്കില്ല ഞങ്ങൾ. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവനേയുള്ളൂ. സ്തോത്രം. ഞാൻ പറയട്ടെ, ഇന്ത്യ മഹാരാജ്യത്തിലെ സാംസ്കാരിക നായകന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, മഹാത്മജി ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്ത്യ ഇന്നായിരിക്കുന്ന അളവിലേക്ക് ആക്കി തീർക്കാൻ പ്രാണത്യാഗം ചെയ്ത ഏതൊരാളോടും ആദരവ്, ആദരവ്, ആദരവ്. പക്ഷെ ആരാധിക്കില്ല. അതിന് ഞങ്ങൾക്ക് കഴിയില്ല. ആരാധിക്കാൻ ഒരുവൻ മാത്രം, അത് സർവ്വം സൃഷ്ടിച്ച മഹാദൈവം. ആ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കൂ. അപ്പം നമുക്ക് പിരിയാൻ നേരം പറഞ്ഞു, സഹോദര, ഇതാ നിൻ്റെ അമ്മ. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അങ്ങനെ സംരക്ഷണം ഏർപ്പെടുത്തി വിട്ടു. യോഹന്നാൻ്റെ ഈ സങ്കടമൊക്കെ മാറാൻ 3 ദിവസം മതിയായിരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു യോഹന്നാനെയും കണ്ടു. 40 ദിവസമായി കൂടെ പിന്നെ സഞ്ചരിച്ച്. അല്ല, ഒറ്റപ്പെട്ടൊരു പ്രത്യക്ഷതയല്ല. 40 ദിവസം ശിഷ്യഗണങ്ങൾക്ക് പ്രത്യക്ഷനായി. 500ഓളം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. ഒറ്റപ്പെട്ട പ്രത്യക്ഷതകളുണ്ടായി. എമ്മൗസിലെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവർക്കൊപ്പം സമയം ചിലവഴിച്ചു. ആഹാരരംഗത്ത് പോലും സമയം ചിലവഴിച്ചു. പക്ഷേ ഇതൊന്നുമല്ല പ്രധാനം. ഈ യോഹന്നാനൊപ്പം വന്ന ദേവദാസന്മാരൊക്കെ മരിച്ചു. പലർക്കും അറിയാത്തൊരു കാര്യം പറയാം. നമ്മുടെ ആളുകൾക്കാർക്കും ഈ നല്ല മരണം കിട്ടിയ ആളുകളല്ല. ലോകം പറയുന്ന നല്ല മരണമില്ലേ, അതൊന്നും കിട്ടിയില്ല. നമ്മൾ പറയില്ല, അമ്മച്ചി പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ മരിച്ചു, നല്ല മരണം.
പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മരിച്ചു, പ്രസംഗിച്ചുകൊണ്ടിരുന്ന നല്ല മരണമാണ്, സംശയമൊന്നുമില്ല. പക്ഷെങ്കിൽ ദൈവദാസന്മാർ പലരും മരിച്ചത് വെട്ടേറ്റ്, തീച്ചൂളയിൽ മുക്കിക്കൊന്ന, ചുണ്ണാമ്പ് ചൂളയിൽ കൊണ്ടിട്ട്, വിശക്കുന്ന കാട്ടുമൃഗങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞിട്ട്. വചനം പറയുന്നു, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇതൊന്നും കണ്ട് അടിപതറാത്ത കർത്തൃദാസന് 90 വയസ്സിലധികം പ്രായം കഴിഞ്ഞു. ഒരു ദിവസം രാജ്യം ഭരിക്കുന്ന ഡൊമീഷ്യൻ കൈസർ എന്ന മഹാക്രൂരനായ ചക്രവർത്തി ശക്തിയുക്തം യേശുവിനെ പ്രസംഗിക്കുന്ന അവിടുത്തെ അനുഗാമികളിൽ നേരിട്ട് യേശുവിൻ്റെ കൈവപ്പ് സ്വീകരിച്ച യോഹന്നാൻ എന്ന മനുഷ്യനെയും അറസ്റ്റ് ചെയ്തു. ഒരു തരം പ്രാകൃത ശിക്ഷയ്ക്ക് വിധേയനാക്കി തിളച്ച എണ്ണയിലിടുക, എന്തോ ആ ശിക്ഷയെ യോഹന്നാൻ അതിജീവിച്ചു. അങ്ങനെയൊന്നുണ്ട്, ചില ഘട്ടങ്ങളിൽ പ്രതീക്ഷിക്കാത്ത വിടുതലും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എപ്പോഴും വിടുതൽ പ്രതീക്ഷിക്കരുത്. ചില ഘട്ടങ്ങളിൽ ആ എണ്ണ നിന്നെ ദഹിപ്പിച്ചു കളയും. അതിനും മനസ്സ് കാണിക്കണം. ഒഴുകുന്ന എണ്ണ കണ്ടിട്ട്, ആളിക്കത്തുന്ന തീ കണ്ടിട്ട് പറയണം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടെ ആയിരിക്കുന്നത് എനിക്കേറെ നല്ലത്. ആളിക്കത്തുന്ന തീ കണ്ടിട്ട് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടെ ആയിരിക്കുന്നത് ഏറെ നല്ലത്. ആ തീക്കുള്ളിൽ കൂടി കിടക്കുമ്പോൾ പറയണം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഇത് രണ്ടും ഭക്തൻ്റെ വഴിയാണ്. പക്ഷെ ഇന്നത്തെ ഒരു പുതിയ തലമുറ ഈ വിടുതൽ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞതാ നമുക്കൊക്കെ പറ്റിയ പരാജയം. പോട്ടെ, സ്തോത്രം. ഏതായാലും യോഹന്നാൻ അന്ന് മരിച്ചില്ല. യോഹന്നാനെ കൊണ്ട് പത്മോസ് ദ്വീപിൻ്റെ ഒറ്റപ്പെട്ട തുരുത്തിൽ തള്ളി. അവിടെ കൽക്കരിക്കനിയാണ്. ചരിത്രം അങ്ങനെ വിശദീകരിക്കുന്നത്. അവിടെ കൊടും കുറ്റവാളികളെ കൊണ്ട് പാർപ്പിക്കുന്ന ഇടമാണ്. കൽക്കരിക്കനിയിൽ പണിയെടുക്കണം. അവിടേക്ക് വല്ലപ്പോഴും വരുന്ന ബോട്ടിൽ ഈ കൽക്കരി കയറ്റി വിടണം. ഭക്ഷണം കിട്ടിയാലായി, ഇല്ലെങ്കിലായി. ഭക്ഷണപ്പൊതികൾ കരയിലേക്ക് വലിച്ചെറിയും. ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല. പണിയെടുത്ത് മരിക്കണം. കൊടും ക്രിമിനലുകൾക്കൊപ്പം കർത്തദാസനെ പാർപ്പിക്കുമ്പോൾ ജീവച്ഛവമായ പ്രായപൂർത്തിയായ ആളുകൾ, മരണം മുമ്പിൽ കണ്ട് കഴിയുന്ന സ്ത്രീപുരുഷന്മാർ, ഭീകരത നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം, എങ്ങും മരണത്തിൻ്റെ ഗന്ധം. പക്ഷെ ഭക്തൻ തോറ്റുകൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ അനുഭവം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധിയും ആത്മനിറവിൽ ആരാധിക്കാൻ ഒരു തടസ്സമായിരിക്കുന്നില്ല. അവനെ കാത്തിരിക്കുന്ന കർത്തൃദിവസങ്ങൾ പുത്തൻ ജീവിത വഴിത്താരകളിലൂടെ അവനെ നയിക്കുവാൻ ഇന്നും പര്യാപ്തമാണ്. ആ ഘട്ടത്തിൽ കണ്ട കാഴ്ചയുടെ പേരാണ് വെളിപ്പാട്. ഒത്തിരി ഉണ്ടത് പറയാൻ. കർത്താവിൻ്റെ ദാസൻ, നമ്മുടെ അധ്യക്ഷനായ ദിവാസൻ പറയായിരുന്നു, ചില നാൾക്കപ്പുറത്ത് ഞാൻ IM ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ ക്ലാസ് എടുത്തിരുന്നു. 4-5 ദിവസം എല്ലാ വർഷവും അവിടെ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നുണ്ട്. ദൈവാസനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റല്ല, ഒരു നീണ്ട സബ്ജക്റ്റാണ്. ഞാനിത് ഏറ്റവും അധികം നാളുകൾ ക്ലാസ് എടുത്തത് നമ്മുടെ പ്രിൻസ് പാസ്റ്ററുടെ റാന്നിയിലെ ചർച്ചിലായിരുന്നു. 3 ദിവസത്തെ ക്ലാസ് തുടങ്ങിയതാണ്. അത് തീരാതെ വരുമ്പോൾ അത് 7 ദിവസമാക്കി കൂട്ടി. അപ്പോൾ 10 ദിവസമായി. അപ്പോഴേക്കും പാപ്പയുള്ള കാലമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ അത് പിടിച്ചു നിർത്തണ്ട, ഇത് പോകുന്ന അത്രയും പോകട്ടെ, എന്നിട്ട് നിർത്തിയാൽ മതി. കൃപയാൽ ആ ക്ലാസ് 107 ദിവസം തുടർച്ചയായിട്ട് അനേക ആളുകൾ വരികയും വചനം പഠിക്കുകയും ചെയ്ത അനുഭവം ഉണ്ടായി. അത്രയും വലിയൊരു മഹാസാഗരമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇത് തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ ഇത്രയും വലിയ ക്ലാസ് എടുത്തൊരു മിടുക്കനൊന്നുമല്ല, അത് പറയാൻ വേണ്ടിയല്ല വന്നത്. വചനത്തിന് ചില പ്രകാശനങ്ങൾ ആ സമയത്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഞാനൊരു അറിവുള്ള ആളെയല്ല, പക്ഷേ ആ സമയത്ത് ദൈവം തരുന്ന ചില കാഴ്ചപ്പാടുകൾ, പ്രകാശനങ്ങൾ വഴി അങ്ങനെ യാത്ര ചെയ്തു. ചരിത്രകൃതികൾ പരതി പലതിലൂടെയും കർത്താവിൻ്റെ നടത്തിയ അനുഭവങ്ങളും അന്വേഷണങ്ങളുമാണ് ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ വായിച്ചത് സുപ്രധാനമായ ഒരു കാര്യം. എന്താ അത്? യോഹന്നാൻ ഒരു സ്വർഗീയ ദർശനം കണ്ടു. അതാണ് 4-ാം അധ്യായം. ആ സ്വർഗീയ ദർശനത്തിൽ യോഹന്നാൻ കണ്ടത് തുറക്കപ്പെട്ട ഒരു സ്വർഗം. ആ സ്വർഗത്തിൽ ഒരു സിംഹാസനം വച്ചിരിക്കുന്നു. ആയിരിക്കുന്ന സ്വർഗീയ സിംഹാസനത്തിൽ, ആ സിംഹാസനത്തിൻ്റെ രൂപം പറയുക, അത് മരതകത്തോട് സദൃശ്യം. അവിടെ കാഴ്ചയ്ക്ക് പത്മരാഗത്തോടും സൂര്യകാന്തത്തോടും സദൃശ്യനായ ഒരുവൻ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. അതിൽ ഇരിക്കുന്നവന് ചുറ്റും ഒരു മരതകത്തിൻ്റെ വില്ല്, മനോഹരമായ ഒരു കാന്തി. അതിൻ്റെ മുമ്പിൽ നിന്ന്
ശുദ്ധ പളുങ്കിനൊത്ത ഒരു കണ്ണാടിക്കടൽ പുറപ്പെടുന്നു. ഈ കണ്ണാടിക്കടലിൻ്റെ ഇരുവശത്തുമായി കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവയുടെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. ഭംഗിയതല്ല, തൊട്ട് മുമ്പിലായിട്ട് 24 മൂപ്പന്മാരെ കാണാം. അവർ പൊൻകിരീടങ്ങൾ തലയിൽ വച്ചിരിക്കുന്നു. 24 മൂപ്പന്മാർക്കൊപ്പം രസാവഹമായ മറ്റൊരു കാഴ്ച കാണാം. അവിടെ സവിശേഷതയുള്ള 4 സ്വർഗീയ ജീവികളെ കാണുന്നു. ഇതൊരു ദർശനമാണ്. ആ സ്വർഗീയ ജീവികൾ ദൂതഗണങ്ങളാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അവർക്ക് മുൻപുറവും പിൻപുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം മുമ്പും പിമ്പുമുള്ള കാര്യങ്ങളെ, ഭൂതകാലത്തെയും ഭാവിയെയും ഒരുപോലെ കാണത്തക്ക വിധത്തിൽ അവയുടെ ദർശനം വിശാലമാണ്. അവയ്ക്ക് പിന്നെ പ്രത്യേകതയുണ്ട്. 6 ചിറക് വീതം, ഓരോന്നിനും 6 ചിറകുണ്ടായിരുന്നു. 6 ചിറക് വീതമുള്ള 4 ജീവികൾ. വെള്ളം വേണ്ട, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ഇതിങ്ങനെ ഉണ്ടാവും. സ്തോത്രം. അപ്പോൾ താങ്ക് യു. അപ്പോൾ 6 ചിറകുള്ള ഈ ജീവികൾ, 4 ജീവികൾ. ഈ 4 ജീവികൾക്ക് മുൻപുറവും പിൻപുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു. അവ 2 ചിറകുകൾ കൊണ്ട് പറന്നു, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി. മുഖം മൂടി എന്ന് പറയുമ്പോൾ മറ്റൊരു കാഴ്ച കൂടി കാണാം. ഒരുത്തനോട് ഒരുത്തൻ. അതെങ്ങനെ മുഖം മൂടിക്കൊണ്ട് ഒരുത്തന് പറയാൻ പറ്റുന്നത്? മുഖം മൂടിക്കൊണ്ട് പബ്ലിക്കല്ലേ പറയാൻ പറ്റുന്നത്? പറയാൻ പറ്റും. എങ്ങനെയാണെന്നറിയണ്ടേ? ഇതാ, കാർക്കശ്യ ബുദ്ധിയുള്ള വെൽ ഡിസിപ്ലിനറിനായ ഒരു പ്രിൻസിപ്പൾ അതുവഴി പോകുന്നു. അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ട് കുട്ടികൾ ഈ മുഖം പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം കൊണ്ട് മറച്ചു വെച്ചിട്ട് പറയുക, സാറ് വരുന്നു, സാറ് വരുന്നു, സാറ് വരുന്നു. ഈ ശബ്ദം ഉച്ചസ്ഥായിലേക്ക് എത്തും പോലെയാ ദൈവത്തെ കണ്ടിട്ട് മുഖം മറച്ചിട്ട് ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ദൂതഗണങ്ങളുടെ ഒരുപറ്റം ആരാധന ഇങ്ങനെ വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തുമ്പോൾ കൃത്യമായിട്ട് എസെക്കിയേൽ പ്രവചനത്തിൽ പറയുകയാണ്, മറ്റൊരു സംഘം ദൂതഗണങ്ങൾ മനോഹരമായി ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതമായ പ്രപഞ്ചത്തിൽ ഓരോ ഗോളങ്ങൾ അവൻ അണിയിച്ചൊരുക്കുന്നു. സൂര്യനെ, ചന്ദ്രനെ, ഭൂമിയെ ഒക്കെ കണ്ടിട്ട്, ഭ്രമണപഥത്തിലൂടെ യാത്ര ചെയ്യുന്ന ഈ താരകങ്ങളൊക്കെ കണ്ടിട്ട്, അടുക്കും ചിട്ടയും കൂടി ഈ പ്രപഞ്ചം ഇങ്ങനെ സഞ്ചരിക്കുന്ന കണ്ടിട്ട് ആ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട് പറയുക, സകല പ്രപഞ്ചവും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു കൂട്ടർ പറയും അവൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അടുത്ത കൂട്ടർ പറയും മുഴു പ്രപഞ്ചവും മുഴു ലോകവും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു സ്വർഗീയ ആരാധന. നമുക്ക് സന്തോഷമാണ് ഈ സ്വർഗീയ ആരാധന, എനിക്കറിയാം. പക്ഷെ ഞാൻ പറയും, ദൈവത്തിനിഷ്ടം അവരുടെ ആരാധനയേക്കാൾ നമ്മുടെ ഈ ആരാധനയാണ്. സന്തോഷമില്ല നിങ്ങൾക്കല്ലേ? വിശ്വാസം വരുന്നില്ല. ദൂതനിങ്ങനെ നിന്ന് പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ ആവേശം കൊള്ളുന്നവനല്ല ദൈവം. ദൈവത്തിന് മറ്റൊരിഷ്ടമുണ്ട്. നമ്മൾ പറയുന്ന ഹല്ലേലൂയ, നമ്മൾ പറയുന്ന സ്തോത്രം, അത് ഭയങ്കര ഇഷ്ടമാണ്. അതെന്താ കാര്യം? ക്ഷമിക്കണേ, ലോകത്തനവധി മതങ്ങളുണ്ട്. ഈ മതങ്ങളെല്ലാം ദൈവത്തെ വിളിക്കുന്നത് സ്ഥാനപ്പേര് ചൊല്ലിയാണ്. സ്ഥാനപ്പേർ ചൊല്ലി ബഹുമാന പുരസരം. എന്നിട്ട് ഞാൻ മറ്റിതിലേക്ക് പോകുന്നു. യഹൂദമതം എങ്ങനെ ദൈവത്തെ വിളിക്കുന്നത്? യാക്കോബിൻ്റെ ഭയമായവൻ, അതാ ദൈവം. യാക്കോബിൻ്റെ ഭയമായവൻ, അതവരൻ പറയാ, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ കണ്ടു, അയ്യോ എനിക്ക് കഷ്ടം. ഭയമാ. അവർ യാഹുവേ എന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ, ഈശ്വർ എന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ, സർവേശ്വരൻ എന്ന് ഉലകം ദൈവത്തെ വാഴ്ത്തുമ്പോൾ, ദൈവത്തെ നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? യു നോ ഹൗ വി പീപ്പിൾ ക്രിസ്ത്യൻസ് ഹൗ അഡ്രസ്സിങ് ഓൾ മൈറ്റി. നിങ്ങൾക്കറിയേണ്ടത് മുഴുലോകവും ദൈവത്തെ സ്ഥാനപ്പേര് വിളിക്കുമ്പോൾ ലോകത്തിൽ, ലോക ചരിത്രത്തിൽ സൃഷ്ടാവിനെ സ്ഥാനപ്പേരിനപ്പുറത്തേക്ക് കടന്ന് അപ്പാ എന്ന് വിളിക്കുന്ന, പിതാവ് എന്ന് വിളിക്കുന്ന ഒരൊറ്റ മാർഗം ഉലകത്തിലുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ അനുഗാമികളുടെ മാർഗമാണ്. Only the followers of Christ addressing Almighty as Father. ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുമ്പോൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു മഹാദൈവം
ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ ഈ ശബ്ദം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ദൈവത്തിന്. സ്തോത്രം. അതൊക്കെ ഒത്തിരി വിശദീകരിക്കാനുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാൽ ഇത് തീരാതെ വരും. നമ്മൾ ഇതുവരെ വിഷയത്തിൽ വന്നില്ല. തൽക്കാലം നമ്മൾ ബാക്കിയൊക്കെ വിട്. ഒരു 4 ജീവികൾ സ്വർഗത്തിലുണ്ട്, അത്രയും മാത്രം പഠിക്കുക. ഗ്രഹിച്ചോ? 4 ജീവികൾ സ്വർഗത്തിലുണ്ടെന്ന് പഠിക്കാൻ എന്താ പാട്? അത്രേ ഉള്ളൂ. തൽക്കാലം അത് പഠിക്കുക. 4 ജീവികളുടെ രൂപം ഒന്ന് ഓർത്തിരിക്കണം. 1-ാം ജീവി സിംഹസദൃശ്യം. എന്താ 1-ാം ജീവി? 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം. മനപ്പാടം പഠിച്ചോണം ഇത്. 3-ാം ജീവി വളരെ എളുപ്പം, മനുഷ്യന് സദൃശ്യം. 4-ാം ജീവി കഴുകന് സദൃശ്യം. പഠിച്ചോ? ഈസിയല്ലേ? സിംഹം ഭക്ഷിക്കുന്ന സാധനം കാള. എനിക്ക് എന്നോടൊരാൾ പറഞ്ഞു, ചുമ്മാ ആവശ്യമില്ലാത്തവർ സിംഹം കാളയാണ് ഭക്ഷിക്കുന്നത് എന്നോട് ചോദിച്ചു. എവിടെയുള്ളൂ കാളയെന്ന് ചോദിച്ചു സിംഹത്തിൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് കൊടുത്ത് നോക്ക്, ഭക്ഷിക്കില്ലെന്നറിയാം, നിന്നെയും കൂടെ ഭക്ഷിക്കുമെന്ന് പറഞ്ഞു. അത് കിട്ടാത്തതുകൊണ്ട് ഭക്ഷിക്കാത്ത അല്ലേ? അപ്പോൾ സിംഹം, കാള, പിന്നുള്ള എന്താ? മനുഷ്യൻ. 4-ാം ജീവി കഴുകൻ. ഇങ്ങനെ 4 ജീവികൾ, ആ സാദൃശ്യമുള്ള 4 ജീവികൾ. ഇനി ആ രസം ഞാൻ പറയാറുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ പാട്ടൊക്കെ പാടുന്ന ഇതെല്ലാം നമ്മുടെ കക്ഷികളാണ്, നല്ല വില്ലന്മാർ. ഇതൊക്കെ നമ്മളെത്ര വർഷമായിട്ട് കാണാൻ തുടങ്ങിയ അല്ലേ? നല്ല പാട്ടാണ് അവർ പാടുന്നത്. ഇവർ പാടുന്ന അല്ലെ നമ്മളെല്ലാം പാടുന്ന പാട്ടുകൾ പലതും സ്വർഗത്തിൽ വേണ്ട. ഉദാഹരണം, ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പാടുമോ? പ്രവചന വരത്താൽ നിറയ്ക്കണമേ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞ് എന്തിനാ പ്രവചനം? സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാലും പറയുമോ, മകനെ ഇന്ന് രാത്രി നിൻ്റെ വിചാരമല്ല എൻ്റെ വിചാരം, മകളെ നിന്നോട് സംസാരിക്കുന്നവൻ ഞാനും നിന്ന് പകൽക്കാലം ഇത് അത്യാവശ്യം എനിക്കും അറിയാം. ഒരു വെടിക്കുള്ള മരുന്ന് നമ്മുടെ കയ്യിലുണ്ട്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇത് വേണ്ട. അതാ ഞങ്ങൾ പറയുന്നത്, യേശുവിൻ്റെ വരവോളം ഈ കൃപാവരങ്ങൾ നിൽക്കുന്നു. സ്വർഗത്തിൽ ചെന്നാൽ ഇത് വേണ്ടാത്തതുകൊണ്ടാണ്. കാരണം പ്രവചനങ്ങളുടെ പൊരുളായവൻ അവിടെ ഇരിക്കുകയാണോ? നമ്മളിങ്ങനെ പണ്ട് യോഹന്നാൻ യേശുവിനെ ആർക്കും കൊടുക്കാതെ ഇങ്ങനെ ചേർന്ന് വിലാപ് പുറത്തോട് ചേർന്നിരുന്ന പോലെ നമ്മളെല്ലാം പിടിച്ചേക്കല്ലേ യേശുവിനെ. പിന്നെ പ്രവചനം വേണ്ടെന്ന്, വെളിപ്പാട് വേണ്ടെന്ന്. കണ്ണാടിയിൽ ഇന്ന് കടമൊഴിയായി കണ്ട ഞാൻ അന്ന് അക്ഷരാർത്ഥത്തിൽ കാണില്ലേ? ഹല്ലേലൂയ. അന്ന് വേണ്ട. അപ്പോൾ പല പാട്ടും അവിടെ വേണ്ട. കാരണം സ്വർഗത്തിൽ വേറെയാ സംസ്കാരം, സ്വർഗത്തിൽ വേറെയാ പാട്ട്, സ്വർഗത്തിൽ വേറെ നമ്മുടെ സന്തോഷത്തിൻ്റെ തലം പോലും. പക്ഷേ അവിടെയും ഭൂമിയിലെ ഒരു പാട്ട് പാടും. ഭൂമിയിലെ ഒരു പ്രമേയം സ്വർഗത്തിലുമുണ്ട്. അത് വേറൊന്നുമല്ല, യോഹന്നാൻ കണ്ട കാൽവറി ക്രൂശിലെ ആ ദൃശ്യം സ്വർഗത്തിലും പോവില്ല. ആ പാട്ട് പാടുമ്പോൾ പറയാ, നീ അറുക്കപ്പെട്ടു. ഇതാ ക്രൂശിൻ്റെ മഹത്വം. സ്വർഗത്തിലും പാടുന്ന പാട്ടിൽ ക്രൂശുണ്ട് പ്രിയപ്പെട്ടവരെ. ഭക്തൻ്റെ പാട്ടിൽ, പ്രാർത്ഥനയിൽ, ആരാധനയിൽ ക്രൂശിൻ്റെ മഹത്വം ഒന്ന് തിരിച്ചറിയണം. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും ജാതിയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്ക് മഹത്വം. ഇതങ്ങോട്ട് കേൾക്കുമ്പോൾ മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ താഴെയിടും. ഞാൻ അന്ന് മുതൽ ചിന്തിച്ചതാണ്, ഈ സ്വർഗത്തിൽ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം തുറന്നങ്ങ് പറയാം, ഒത്തിരി പ്രതിഫലം കിട്ടാനൊന്നും പോകുന്നതല്ല. പ്രതിഫലം കിട്ടാൻ പാകത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വെച്ചാൽ ഇല്ലെന്നുള്ള ഒരു സത്യം. പക്ഷെ എനിക്കിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു കിരീടവും കിട്ടിയില്ലെങ്കിൽ ഒരു വിഷമമുള്ള ഒരാളല്ല, തുറന്നു പറഞ്ഞത്. പിന്നെ ഇത്രയേ ഉള്ളൂ, നിങ്ങളെല്ലാം ഓരോ കിരീടം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൂടെ പഴയ ഒരെണ്ണം കിട്ടിയാൽ തിരക്കേടില്ല. എല്ലാവർക്കും ഉള്ളപ്പോൾ ഒരു നിങ്ങളെല്ലാം കിരീടം വെക്കുമ്പോൾ നമ്മളൊരുത്തം മാത്രമല്ല, കർത്താവ് പഴയ വല്ലോ നമുക്കും വെച്ചിട്ടുണ്ടാവും, അത് മതി. നിങ്ങളുടെ അടുത്ത് നാണം കിടത്തുണ്ടല്ലോ എന്നോർത്തൊരു ഞാൻ തൃപ്തനാണ്. ഇപ്പം തങ്കത്തെരു വീതിയിലൂടെ ഒന്ന് നടന്ന് പൊന്മണിമാല അവൻ എനിക്ക് തരുമെന്ന് പാടി. ഇത് എൻ്റെ സന്തോഷം പൊന്മണിമാലയല്ല, തങ്കത്തെരു വീതിയല്ല, മനോഹരമായ ആ നീരരുവിയോ അവിടെ കിട്ടുന്ന സുഖസൗകര്യങ്ങളോ ഒന്നുമല്ല. ഒറ്റ ആഗ്രഹം ദാവീദ് പറയുന്നുണ്ട്, സ്വർഗത്തിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല.
നമ്മുടെ ചിന്തയൊക്കെ മാറട്ടെ പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇതിനാ നിത്യതയിലേക്ക് പോകുന്നത്. അല്ല ഒത്തിരി പ്രതിഫലം കിട്ടാനല്ല, അതിനുവേണ്ടി ഒന്നും ചെയ്യരുത്. സ്വോത്രകാഴ്ച ഇടരുത് പ്രതിഫലം കിട്ടാൻ. നന്മ ചെയ്യരുത് പ്രതിഫലം കിട്ടാൻ. നന്മ ചെയ്തോണം, പ്രതിഫലം കിട്ടാനാകല്ലേ. നമുക്ക് ഇന്നു മൂലം അങ്ങനെ ചിന്തിക്കാം. നന്മ, അത് പ്രതിഫലമൊക്കെ ദൈവം തരും, സന്തോഷം, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷെ ഇതിനല്ല നമ്മൾ നന്മ ചെയ്യുന്നത്. നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത് എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകുമ്പോൾ 10 മടങ്ങായി കിട്ടാനല്ല, അതൊക്കെ കിട്ടിക്കോട്ടെന്നേ. അങ്ങനെ കിട്ടിയാലും നമ്മുടെ തൃപ്തി യേശുവിനെ കണ്ടതാണ്. ഹല്ലേലൂയ. നമുക്കൊക്കെ പതിച്ച് ഓരോ രാജ്യം തരുമെന്നും അവിടെ ഭരണകർത്താക്കളായി ഇരിക്കുന്നു കേൾക്കുമ്പോൾ സന്തോഷം വരെ, അതിനേക്കാൾ സന്തോഷം യേശുവിൻ്റെ കാന്തയായിരിക്കുന്നതില്ല. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ 4 ജീവികൾ 24 മൂപ്പന്മാർ കിരീടങ്ങളെ താഴെ ഇട്ടു. അപ്പോഴാണൊരു സംഭവം. സിംഹാസനത്തിലിരിക്കുന്നതിൻ്റെ പക്കൽ അകത്തും പുറത്തും മുദ്രയോടുകൂടിയ 7 മുദ്രയുള്ള ഒരു പുസ്തക ചുരുള്, അതിങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നേ ഉള്ളൂ. 7 ഭാഗമായിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അത് നമ്മൾ പണ്ട് ഇല്ലൻ്റ് തുറക്കുന്ന പോലെ ഇങ്ങനെ കീറി അത് തുറന്ന് വായിച്ചിട്ട് അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കണം. പണ്ട് കാലത്ത് ഗവർണർമാരുടെ അധീനതയിലുള്ള രാജ്യം ചക്രവർത്തി തിരുമനസ് ഇങ്ങോട്ട് വിളംബരം കൊടുത്തു വിടും. ഓരോ സ്ഥലത്തും പോയി ഇത് വായിക്കണം. അപ്പോൾ എഴുതും, ഇത് ബിദുന്യായിലെ ഗവർണർക്ക് എഴുതുന്നത്, ഇത് പൊന്തിയോസ് പീലാത്തോസിന് എഴുതുന്നത്. ഇതൊരൊറ്റ ഷീറ്റായിരിക്കും. ഇവിടെ കൊണ്ട് ചെണ്ടയടിച്ചിട്ട് ഇദ്ദേഹത്തിനുള്ളത് വായിച്ച് കേൾപ്പിച്ചിട്ട് അഞ്ചലോട്ടക്കാരൻ അല്ലെ വിളംബരം മുഴക്കുന്നവൻ അടുത്തിടത്തേക്ക് പോകും. ഇതാ 1ാമത്തെ മുദ്ര, 2ാമത്തെ മുദ്ര, ഇങ്ങനെ പൊട്ടിച്ച് വായിക്കണം. ഈ കിടക്കുന്ന ഭൂമിശാസ്ത്രപരമായ ആ ക്രമീകരണം അനുസരിച്ചാണ് ഈ കത്തിൻ്റെ അടുക്ക്. ഇത് വായിക്കണം. പീലാത്തോസിന് എഴുതിയ കത്ത് നമ്മൾ പൊട്ടിച്ചാലുള്ള സ്ഥിതി ആലോചിച്ചേ. പറ്റുമോ? ഒന്ന് പൊട്ടിച്ച് നോക്ക്, വിവരം അറിയല്ലേ. അവിടെ ചെല്ലുമ്പോൾ ഈ പുസ്തകവും ഈ ചുരുളും അതിലെ മുദ്രയും ഭേദിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം. അന്ന് സത്യത്തിൽ നമ്മളൊക്കെ ഭയങ്കര ധൈര്യമാണെന്ന് പറഞ്ഞതിൻ്റെ ധൈര്യം നമുക്ക് അന്ന് കാണാം. മനസ്സിലായോ? ആ പഞ്ചായത്തിൽ നിൽക്കുകയില്ല. അതുകൊണ്ടാണ് ഈ പല ധൈര്യശാലികളും കോടതിയുടെ മുമ്പിൽ വെച്ച് അറിയാതെ രോഗം ഉണ്ടാകുന്നുണ്ടോ? നമുക്ക് സ്നേഹമുള്ള മനുഷ്യരാണ്, പക്ഷേ ചിലർക്ക് ഇവിടെ ചെല്ലുമ്പോൾ അറിയാതെ പനി, തലവേദനയൊക്കെ ഉണ്ടാവും. ഒരു വിഷയമില്ലെന്ന് പറയും. ചിലയിടത്ത് ചെല്ലുമ്പോൾ നമുക്ക് രോഗം വന്നു പോവും, അല്ലേ? പക്ഷേ സ്വർഗത്തിൽ ഒരു ന്യായാധിപ കോടതിയുണ്ട്. അവിടെ ഇരിക്കുക ഒരുവൻ. ആരുണ്ടെന്നത് പൊളിക്കാൻ? വാ. യോഹന്നാൻ പ്രതീക്ഷയോടെ നോക്കിയപ്പോൾ സ്വർഗത്തിൽ, ഭൂമിയിൽ, സമുദ്രത്തിൽ, പാതാളത്തിൽ, മനുഷ്യസ്പർശമുള്ള ഒരിടത്തു നിന്നും ഞാനുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള ഒരുത്തനെയും കണ്ടില്ല. യോഹന്നാൻ പൊട്ടിക്കരഞ്ഞു. മൂപ്പന്മാരിൽ ഒരുത്തൻ എഴുന്നേറ്റു, അടുത്ത് വന്നു. അന്ന് എനിക്കിത് മനസ്സിലായി. ഈ മൂപ്പൻ ന്യൂ ഇന്ത്യയിലെ മൂപ്പനല്ല. ഭൂസുഭാഷ അത് ഓർത്തിരിക്കേ വേണ്ട. ബ്രദറിലെ മൂപ്പനാണോ? ഒട്ടുമല്ല. IPSലെ അല്ല, ഷാരോണിലെ അല്ല, ചർച്ചക്കോടിലെ അല്ല, ബ്രദറിലെ അല്ല, TPMലെ അല്ല. കാരണം ഈ മൂപ്പൻ എഴുന്നേറ്റ് വന്നിട്ട് പറയുക, കരയണ്ടെന്ന്. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. കരയണ്ട. യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ ഇതാ ഇവിടെ ഉണ്ടെന്നു. ഇവിടെ ഇരിക്കുകയാണ്, ആള് റെഡിയായിട്ടിരിക്കുകയാണ്. യോഹന്നാനൊന്ന് നടുങ്ങി. ഈ പേര് കേട്ടപ്പോൾ നോക്കിയേക്കാന്ന് വിചാരിച്ച് ഒരു നോട്ടം നോക്കിയപ്പോൾ ഇത് രണ്ടുമല്ല കണ്ടത്. യോഹന്നാൻ ചെന്നപ്പോൾ കണ്ടത് ഒരു കുഞ്ഞാട്. ഇതാ വെളിപ്പാട് കണ്ടവൻ്റെ പ്രത്യേകത. ഇത്രയും വലിയ ഇൻട്രൊഡക്ഷൻ കൊടുത്തു. പക്ഷേ യഹൂദാഗോത്രത്തിലെ സിംഹത്തെ അല്ല കണ്ടത്, ദാവീദിൻ്റെ വേരിനെയല്ല കണ്ടത്. അത് രണ്ടും അന്തർലീനമായിരിക്കുന്ന സൗമ്യഭാവനായ ഒരു കുഞ്ഞാട് അവിടെ ഇരിക്കുന്ന കണ്ടു. അതാ ഭക്തന് യേശുവിൻ്റെ ന്യായവിധിയുടെ മുഖമല്ല, ഗൗരവമുള്ള രാജാവായിരിക്കുമ്പോൾ തന്നെ, പൈതൃകമുള്ള ദാവീദ് ഗോത്രത്തിൽ ജനിച്ചപ്പോൾ തന്നെ എനിക്കവൻ കരുണയുടെ കടലാണ്, ദയാവായ്പാണ്, സ്നേഹമാണ്. അതുകൊണ്ട് കരുണയുള്ള കുഞ്ഞാടായി അറുക്കപ്പെട്ടവൻ അധികാരത്തോടെ എഴുന്നേറ്റ് നിന്നിട്ട് ഈ പുസ്തക ചുരുൾ കൈ നീട്ടിങ്ങി വാങ്ങി തരിക. അടുത്തത് കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചു. അപ്പോൾ ജീവികളുടെ ജോലി തുടങ്ങി. 1-ാം ജീവി വന്നിട്ട് പറഞ്ഞു, വരിക. അങ്ങനെയല്ലേ വ്യാഖ്യാതാക്കൾ? ഞാൻ ഒരു പുസ്തകം പഠിച്ചിട്ടും ഈ ജീവികൾ എന്തിനു വിളിക്കുന്നു എന്നുള്ള കാര്യം എഴുതിയിട്ടില്ല. ചില മിടുക്കന്മാർ അറിയാൻ വയ്യാത്ത കാര്യം വരുമ്പോൾ പറയും, വിസ്താരഭയത്താൽ വിട്ടുകളയുന്നു, രക്ഷ നഷ്ടപ്പെടുമോ ഉള്ള പുസ്തകം ഇവിടെ രാജ്യത്തുണ്ട്. അന്യഭാഷ ഇന്ന് നിലനിൽക്കുന്നുവോ എന്നുള്ള തർക്കവും ചർച്ചയൊക്കെ ഉണ്ട്.
പക്ഷേ ചില പണ്ഡിതന്മാർ വന്നിട്ട് ഉത്തരം മുട്ടുന്നിടത്ത് പറയും വിസ്താരഭയത്താൽ വിടുന്നു. അച്ഛാ ഭയം ഉണ്ട് ഇങ്ങോട്ടോ ഞങ്ങൾ യാസിക്കുക, ഒരു ഭയവും വരികയല്ല, വാ അതിനെ ഞങ്ങളിവിടെ നിൽക്കുന്നത്. എൻ്റെ ഒരു സ്നേഹിതൻ എൻ്റെ കൂടെ ഉണ്ടിരുന്നു, പാസ്റ്റർ ഏണസ്റ്റ്. ഞങ്ങൾ ക്ലാസ്മേറ്റ്സാണ്. അന്യഭാഷാ ഭാഷണം ഉൾപ്പെടെയുള്ള കൃപാവരങ്ങൾ എക്സസൈസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥാപനത്തിലാണ് ഞങ്ങളുടെ ഒരു പഠനം. ബാക്കി നിങ്ങൾ ഊഹിച്ചാൽ മതി. അവിടെ ഒരുത്തിന് ഭൂതമിളകി, ഒരു പഞ്ചാബിയാണോ മണിപ്പൂരിയാണോ ഒരുത്തിന്. അത് മണിപ്പൂരി ഭാഷയിലെ തെറിയും പറഞ്ഞ്, തെറിക്ക് എല്ലാ ഭാഷയിലും ഒരേ ഒരു ടോണാണല്ലോ, അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത്. ഭാഷ ഏതായാലും തെറിക്ക് കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് സഭ്യമായ കാര്യമൊന്നുമല്ല. കേട്ടു. ഞങ്ങളെല്ലാം വലിയ അവഗണനയാണ്. കാരണം ഇത്രേ ഉള്ളൂ, ഞങ്ങൾ അറമുറിച്ചിട്ട് നിൽക്കുകയല്ല, കൊന്നിട്ട് നിൽക്കുകയല്ല. 100-800 കുട്ടികളുള്ള സ്ഥാപനമാണ്. ഞാനന്നൊരു പാസ്റ്ററാണ്. ഞാൻ ഇത്ര ഉടുപ്പിട്ടതിന് മാറ്റി കോളറുള്ള ഉടുപ്പ് വെച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഓർത്ത് നോക്കണം, അത്രയും സ്ഥാപനമാണ്. ഞാൻ അങ്ങനെയൊക്കെ പഠിച്ചു, ഹയർ സ്റ്റഡിക്ക് പോയതാണ്. പാസ്സായി കഴിഞ്ഞാൽ പോന്നു. അപ്പോൾ ഞങ്ങളൊരു 10-15 പേര് വേറെയുണ്ട്, അന്യഭാഷാ ഭാഷണമുള്ള, വെളിപ്പാടുള്ള, അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്ന പാവങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. ഇവന് ഭൂതം ഇളകി കഴിഞ്ഞപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊരു പിടിയില്ല. ശവസംസ്കാരം അറിയാത്തവനായി ചെയ്തു പോയാൽ ശവം എഴുന്നേറ്റൊന്നും തല്ലിയല്ലേ ചാ. സംഗതിയൊക്കെ ഒന്ന് ഓരിന്തൽ 15, പക്ഷേ അതൊന്ന് പരിപാടി ചെയ്ത് നോക്കുക, അന്നേരം അറിയാം. ഇത്ര ഉള്ളോ കാര്യം, ഒന്ന് ചെയ്ത് നോക്ക്. പണിയറിയാത്തവൻ പോയി സ്നാനപ്പെടുത്തിക്ക് നിന്നെയും കൊണ്ട് മുങ്ങവൻ, കളിയങ്ങ് മാറും, സംഗതി അങ്ങ് മാറും. ഇതിലാര് സ്നാനപ്പെട്ടു എന്ന് വീഡിയോ പിടിച്ചവന് പോലും പിടികിട്ടുകയല്ല, കളി മാറും. ഇവരെല്ലാടെ കൂടി ഇവനെയും പിടിച്ചുകൊണ്ട് ഒരു ലൈബ്രറിക്കകത്ത് കയറി, ഭൂതം പിടിച്ചവനെ കൊണ്ട് ഗ്രന്ഥശാലയ്ക്കകത്ത് കയറി. ഞങ്ങൾ നോക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കാം, ചുറ്റും നിന്നുകൊണ്ട് ദിസ് ഈസ് ദ ഡേ. ആ കള്ളമില്ലെന്ന് കൂട്ടുകാരനിരിക്കുക, ചോദിച്ചു നോക്ക്. അതിന് കൊടുത്തോടം കള്ളാ പറയുന്നെങ്കിൽ വിടരുത്, ചോദിച്ചു നോക്ക്. ഭൂതത്തിൻ്റെ മുമ്പും ചുറ്റും നിന്നുകൊണ്ട് പറയുക ദിസ് ഈസ് ദ ഡേ, ഐ വിൽ സേസ് ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മേഡ്. ഒന്നും സംഭവിച്ചില്ല. ഇവിടെയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി കരുണയുള്ളൊരു ഭൂതം അല്ലേ, അടിച്ചീവൻ്റെ പെട്ടതിരിക്കണ്ട, മനസ്സിലാക്കണം. ഞങ്ങൾ തിരിച്ചു വന്ന് ചോദിച്ചു പോയോ, ഇല്ല ഇത് വേറെയാ വിഷയം, ഞാൻ വേണ്ട ഇങ്ങോട്ട് വിട്, ഇതാ ഞങ്ങളുടെ കാര്യത്തിൽ ഇങ്ങോട്ട് വിട്, കൈകാര്യം ചെയ്യാമെന്ന് തോന്നുന്നു, ഇങ്ങോട്ട് വിട്. പക്ഷെ ഞങ്ങൾക്ക് വേപ്പിച്ച് തന്നില്ല. അപ്പോൾ നമുക്ക് നിർബന്ധമുണ്ടോ ഇതും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കാൻ നേരമുണ്ടോ? ഇതൊന്നും ഇഷ്ടമുണ്ടായിട്ട് ചെയ്യുന്നതല്ലെന്ന്, ഇങ്ങോട്ട് വിട്, നമ്മൾ കൈകാര്യം ചെയ്യാമെന്ന്. അതിന് പേടിയുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അവനെ വിടുതൽ കിട്ടി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൻ്റെ പ്രിൻസിപ്പിൾ നിൽക്കുമ്പം ഇവൻ മണിപ്പൂരി ഭാഷയിലുള്ള ആപ്പയുപ്പ സാധനമൊന്നുമല്ല, വിനിമാരോ തിരക്കപ്പോഴാണ് പറയുന്നത് നല്ല 24 കാരറ്റ് സാധനം ഇവൻ അടിച്ചതെന്ന്. മനസ്സിലായില്ലേ? ഞങ്ങൾ ഈ പാസ്റ്റർമാരെ പല ഭാഷയിലെ തെറി കേൾക്കുന്ന ആൾക്കാരല്ലേ, നമുക്കിതെല്ലാം അറിയാം. തെറി, അടിതട, ഇതെല്ലാം ഞങ്ങളുടെ നേരെയാണ് പലരും പരീക്ഷിക്കുന്നത്. അങ്ങനെ അബദ്ധം പറ്റിയൊരു കക്ഷികളുണ്ടായിരുന്നു. ഈ ട്രിവാൻഡ്രം ഭാഗത്ത് കുറേ ആളുകൾ നിന്ന് പരസ്യവും നടത്തി. പരസ്യവും നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് ആരാണ്ട് സുവിശേഷ വിരോധികൾ സ്റ്റെപ്പേ ചെന്നിട്ട് കടകം പൂരിക്കടവോ എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കും. 1-2 അടി കൊടുത്തപ്പോഴേക്ക് അടി കൊണ്ടവർ ശരിക്കങ്ങ് പെരുക്കി തിരിച്ച് കേസായിപ്പോയി, ഭയങ്കര കേസ്. അപ്പോൾ കാര്യങ്ങൾ കേട്ട് വന്നപ്പോൾ SI ചോദിച്ചു, പുള്ളിക്ക് ഇത് പരിഹരിച്ചു വിടണമല്ലോ. അല്ല നിങ്ങളെന്തിനു പോയിട്ടാണെന്ന് ഇവർ ഈ പ്രശ്നം ചോദിച്ചപ്പോൾ നിങ്ങൾ പോയി അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കി, എന്തിനാണ് അവരെ തല്ലിയത്? ഈ വല്ലാതെ തല്ലി കിട്ടിയ ആ മനുഷ്യൻ പറയാ, എൻ്റെ പൊന്നു സാറേ പാസ്റ്റർമാരാന്നോർത്ത് തല്ലിയതാ സാറേ. മനസ്സിലായതിൻ്റെ അർത്ഥം? പാസ്റ്ററാന്നാ ഞങ്ങൾ ഓർത്ത് അതാ തല്ലിയെന്ന്. അബദ്ധം പറ്റില്ല, ഞാൻ പറഞ്ഞേക്കാം. പിടികിട്ടിയോ? ഞങ്ങളെ പോലെ കുറേ പാവങ്ങളുണ്ട്, വേണേ പുതിയ തല്ലി അഭ്യാസം പഠിച്ചു പൊക്കോ, ഞങ്ങളൊന്നും പ്രതികരിക്കുകയില്ല. അബദ്ധം പറ്റിയേക്കല്ലേ. പറഞ്ഞു വന്നത് പ്രിൻസിപ്പൾ ഇങ്ങോട്ട് വന്നിട്ട് ഈ തെറി പറയുന്നതിന് നോക്കിയിട്ട് പറയാം, യു ഡിസ്മിസ് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്, യു മസ്റ്റ് ഗോ ഫ്രം ദിസ് ക്യാമ്പസ്, ദിസ് ഈസ് ദ ഓർഡർ ഫ്രം ദ പ്രിൻസിപ്പൽ. എൻ്റെ ഭാഗ്യമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ഭൂതം പിടിച്ചവനോടെ. അപ്പോൾ അത് വിട്, പറഞ്ഞ് നമുക്ക് വിഷയത്തിലേക്ക് വരണം. ദൈവമക്കളെ, ഈ യോഹന്നാൻ മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ ഒരു ജീവി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹമുഖമുള്ള ജീവി ഇടിമുഴക്കം പോലെ പറഞ്ഞു. അപ്പോൾ ഇത് ഗൗരവമുള്ള കാര്യമല്ലേ? അല്ലേ? ഇടിമുഴക്കം പോലെ എപ്പോഴാണ് പറയുന്നത്?
നമ്മൾ മക്കളെ വിളിക്കുക, കുഞ്ഞേ അതിഞ്ഞെടുത്തോണ്ട് വന്നേ. ഇവനവിടെ ഇങ്ങനെ ചുണ്ണാമ്പന്തി ചിരിക്കുകയെന്ന് വിചാരിക്കുക. മൊബൈലെടുത്തിട്ട് വീണ്ടും വിളിച്ചു, കുഞ്ഞേ. അവസാനം നമുക്ക് അരിശം വന്നുള്ള ഒരു വിളിയുണ്ട്, എന്താ വളാന്ന് വിളിച്ചു. അത് ഗൗരവമുള്ളതല്ലേ? അവൻ ഞെട്ടിഞ്ഞ് വരും. എന്താ കാര്യം? ഗൗരവമുള്ള വിളി. കാണുന്നതിനെല്ലാം നമ്മൾ ഇങ്ങനെ വിളിക്കുമോ? ഇല്ല. ചായ കയറി ചായ ചോദിക്കുന്നത് പോലാണോ? ചേട്ടാ ഒരു ചായ അതിങ്ങനെ ഇടിമുഴക്കം പോലെ പറയുമോ? അടി കിട്ടും, ചോദിക്കരുത്. ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം. എന്താ കേട്ടത്? വരിക വരിക എന്ന് പറയുകയും ഒരു വെള്ളക്കുതിര, ചുറുചുറുക്കുള്ള വെള്ളക്കുതിര വരുന്നു. അതിന് മീതെ ഒരുത്തനിരിക്കുന്നു. അവൻ്റെ കയ്യിലൊരു വില്ലുണ്ട്. വില്ല് കുലക്കാൻ ഭാഗത്തിന് വന്നിരിക്കുക. ഈ വില്ലുള്ള മനുഷ്യൻ, അവൻ്റെ ജോലി, അവൻ്റെ കയ്യിൽ ആയുധം കിട്ടിക്കഴിഞ്ഞു. അവൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടു. അവൻ അധികാരമുള്ളവനാണ്. ഒന്നാം ജീവി വിളിച്ചപ്പോൾ ഒരു വെള്ളക്കുതിര വന്നു. സിംഹം വിളിച്ചപ്പോൾ ഒരു വെള്ളക്കുതിര. അങ്ങനെയല്ലേ? ഒരിക്കൽ കൂടി വായിച്ചു ആ ഭാഗം. അവനൊരു അധികാരസ്ഥാനം ലഭിച്ചു, ഒരു കിരീടം. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. പ്രിയരേ, എന്താണിത്? ഞാൻ 10 കൊല്ലം മുമ്പ് എൻ്റെ നിരീക്ഷണങ്ങൾ അയ്യമ്പൽ കോളേജിൽ പഠിപ്പിച്ച നോട്ടുണ്ട്. അന്ന് പഠിപ്പിച്ച പലതും ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ വന്നിരിക്കുന്നത്. 10 കൊല്ലം മുമ്പ് പ്രിൻസ് പാസ്റ്ററുടെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് റാന്നിയിൽ തോട്ടഭാഗത്തെ ചർച്ചിൽ പഠിപ്പിച്ച പ്രസംഗിച്ച കാര്യങ്ങൾ ഇന്ന് കൺമുമ്പിൽ വന്നിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. മുദ്രഭേദനം കഴിഞ്ഞപ്പോൾ വന്നിരിക്കുന്ന ഈ കുതിര വെള്ളക്കുതിരയാണ്. വെള്ള സമാധാനത്തിൻ്റെ പ്രതീകമായി ലോകം അംഗീകരിച്ചിട്ടുള്ള നിറമാണ്, അല്ലേ? അതിൻ്റെ മീതെ ഇരിക്കുന്നു. അവൻ അധികാരവും ലഭിച്ചു. ചില ആൾ പറയുന്നത് ഇതേ കുതിര തന്നെ നിറം മാറി വന്നതാണ് ചുവന്ന കുതിര. തെറ്റ്. വചനം പറയുന്നു മറ്റൊരു കുതിര പുറപ്പെട്ടു. ആർട്ടിക്കിൾ മാറി. അനദർ ഹോസ് ഇങ്ങനെ പറയുന്നുണ്ട്. മറ്റൊരു കുതിര പുറപ്പെട്ടു. ഇനി നമുക്കതിലേക്ക് പോകാം. കാര്യം മനസ്സിലാക്കണം. രണ്ടാം ജീവി വിളിച്ചു. കാളമുഖമുള്ള കെരൂബ് വിളിച്ചു. എങ്ങനെയാ വിളിച്ചത്? വരിക. അപ്പോൾ ഒരു ചുവന്ന കുതിര, അതിന്മീതെ ഒരുത്തൻ ഇരിക്കുന്നു. അവൻ്റെ കയ്യിൽ ഒരു വലിയ വാള്. അവൻ്റെ ജോലി അന്യോന്യം സമാധാനമെടുത്തു കളക. അതാണ് അവൻ്റെ ജോലി. ഇവ രണ്ടും പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകുന്നതാണ് എളുപ്പം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജഡം ധരിച്ച് ഇഹലോകത്തിലേക്ക് വന്ന അവിടുത്തെ തിരുപ്പിറവി ഒരു യാദൃച്ഛിക സംഭവം അല്ല. ആണോ? അല്ല. ഇത് വ്യാഖ്യാനിച്ചൊപ്പിക്കുന്നതുമല്ല. യേശുവിൻ്റെ വരവ്, യേശു ജനിച്ചു കഴിഞ്ഞ് നമ്മളെല്ലാം കൂടി കമ്മിറ്റി കൂടി ഒരു കന്യകാജനനമായിരുന്നു നടന്നതെന്ന് പറയുകയോ മരിച്ചു കഴിഞ്ഞ് അതിനെ മഹത്വവൽക്കരിക്കുകയോ ചെയ്യുകയല്ല. ഞാൻ യുക്തിവാദി സുഹൃത്തുക്കളുമായി നടത്തിയൊരു ക്ലബ് ഹൗസ് ചർച്ചയുണ്ട്. അവർ അത്ഭുതപ്പെട്ടു പോകുന്നൊരു പ്രമേയം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. സുഹൃത്തേ, നിങ്ങൾ ക്രൂശിൽ കരയുന്ന യേശുവിനെ പറ്റി എന്നോട് ചോദിച്ചു. ഈ കരച്ചിൽ ഇങ്ങനെ കരയണമെന്ന് യാദൃച്ഛിക സംഭവമല്ല. യേശു ജനിക്കുന്നതിൻ്റെ 1000 ആണ്ട് മുമ്പ് ഇങ്ങനെ അവൻ കരയണം എന്നെഴുതി വെച്ച തെളിവ് ഞാൻ നിങ്ങൾക്ക് തന്നാൽ അംഗീകരിക്കുമോ? ഇങ്ങനെ അവൻ മരിക്കണമെന്ന് കൃത്യമെഴുതി വെച്ച തെളിവ് തന്നാൽ അംഗീകരിക്കുമോ? തെളിവ് ചരിത്രം അറിയാവുന്ന നിങ്ങളോട് തെളിവ് പറയാം. ഞങ്ങളെ ഇന്നും അംഗീകരിക്കാത്ത, ഞങ്ങളുടെ ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കാത്ത യഹൂദാ സമൂഹത്തിൻ്റെ മതഗ്രന്ഥമായ
തോറ എന്ന പഞ്ചഗ്രന്ഥമടക്കം സങ്കീർത്തനങ്ങളടക്കം ഈ പ്രവാചക പുസ്തകങ്ങളടക്കം നിങ്ങൾ പരിശോധിക്കുക. യെശയ്യാവ് സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് പറയുന്നുണ്ട്, യേശു ക്രൂശിൽ കിടന്ന് ആ സംസാരിക്കുന്ന വചനം, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് 22 സങ്കീർത്തനം എഴുതുന്നത് ഈ സംഭവത്തിനും 1000 ആണ്ട് പിറകിലാണ്. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു എന്ന് പറഞ്ഞത് 1000 ആണ്ട് പിന്നിലാണ്. 700-ൽ പരം വർഷങ്ങൾക്കപ്പുറത്താണ് യേശുവിൻ്റെ ദാരുണ അന്ത്യത്തെക്കുറിച്ച് പ്രവാചകൻ പ്രവചിച്ചത്, ഞങ്ങൾ കേൾപ്പിച്ചത്. ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവൻ രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നുവെന്ന് യെശയ്യാവ് എഴുതി പിടിപ്പിക്കുമ്പോൾ യേശു ജനിച്ചിട്ടില്ല. കാലങ്ങൾ 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 അല്ലല്ല, നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അരിമനാഥനായ യേശു ഭൂജാതനായത്. അതുകൊണ്ട് യേശുവിന്റെ ശബ്ദം നൂറ്റാണ്ടുകളിലൂടെ ഒഴുകി വന്ന പ്രവാഹമാണ്. ആ പ്രവചനത്തിന്റെ പ്രവാഹത്തിന് തടയിടാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. അതത്രേ ബൈബിളിന്റെ ഔന്നത്യം, അതത്രേ സുവിശേഷത്തിന്റെ കരുത്ത്, അതത്രേ സുവിശേഷത്തിന്റെ മഹാത്മ്യം. അതുകൊണ്ട് ഈ ക്രൂശിൽ കിടക്കുന്നവന്റെ അന്ത്യനിമിഷങ്ങൾ കണ്ടിട്ട് അഭിമാന പുരസ്സരം ഞങ്ങൾ വിളിച്ചു പറയുക, ഇത് യാദൃച്ഛികമല്ല. യേശുവിന്റെ ജനനം, യേശുവിന്റെ മരണവും യാദൃച്ഛികമല്ല. അതുകൊണ്ട് യേശുവിന്റെ ജനനം എങ്ങനെ ജനിക്കണമെന്ന് കൃത്യം എഴുതി വെച്ചു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഇത് യെശയ്യാവ് എഴുതി വയ്ക്കുകയും ആ കാര്യം മത്തായി എഴുതി സ്ഥിരീകരിക്കുകയും മാർക്കോസ് അംഗീകരിക്കുകയും പൗലോസ്ലീഹ വീണ്ടും പ്രസംഗിക്കുകയും കാലത്തിന് മറ്റൊരു സാക്ഷ്യപത്രം നൽകാനില്ലാത്ത വിധം കുറ്റമറ്റ യാഥാർത്ഥ്യമായി എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ ലിഖിത രൂപത്തിൽ ഈ പുസ്തകമുണ്ട്. പക്ഷേ യേശു ജനിക്കും മുമ്പ് 1-2 കാര്യങ്ങൾ നടന്നു. അത് പൗലോസ് എഴുതി വെച്ചിട്ടുണ്ട്. ഗലാത്യർ 4:4. സിസ്റ്ററെ വായിച്ചു. ഗലാത്യർ 4:4. വേഗത്തിൽ വായിക്കണം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിടാം. ഗലാത്യർ 4:4. മതി, അത്രയും മതി നമുക്ക്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്നു ജനിച്ചവനായി. മതി. കർത്താവ് ജനിച്ചപ്പോഴാ കാലസമ്പൂർണത എന്ന് പറഞ്ഞാൽ എന്താ? കാലം സമ്പൂർണമായി. അപ്പോൾ അത് കഴിഞ്ഞ് കാലം ഇല്ലായിരുന്നോ? അപ്പോൾ അതിൻ്റെ അർത്ഥം അറിയണ്ടേ? ഫുൾനെസ് ഓഫ് ടൈം. അതെന്താ? പറയാം. യേശു എന്തിനാ ലോകത്തിൽ വന്നേ? ലോകം മുഴുവൻ തൻ്റെ സുവിശേഷം എത്തിക്കുവാൻ. പക്ഷെ അത് ഭരമേൽപ്പിച്ചത് ശിഷ്യന്മാരെയാണ്, യേശു നേരിട്ടല്ല. ഇന്നത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ? നിങ്ങൾ ആലോചിച്ച്, പണമില്ലാത്തവൻ, പിറക്കാൻ ഇടമില്ലാത്തവൻ, ജനിക്കാൻ ഗർഭം ധരിക്കാൻ ഒരു ഉദരം കടം വാങ്ങിയവൻ, പിറവി കൊള്ളാൻ വഴിയോരം തിരഞ്ഞെടുത്തവൻ, സഞ്ചരിക്കാൻ കഴുതയെ കടമെടുത്തവൻ, ഭക്ഷണം കഴിക്കാൻ മാളിക മുറി ചോദിച്ചു വാങ്ങിയവൻ. ഇതാണ് യേശു. ഒറ്റ ഭാഷയിലെ യേശു പ്രസംഗിച്ചിട്ടുള്ളൂ. യേശു പല ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. അതിന് തെളിവൊക്കെ വേണേൽ ഞാൻ തരാം. പക്ഷേ പ്രസംഗിച്ച ഒരു ഭാഷയുള്ളൂ, അരാമിക്ക്. അത് കേൾക്കാൻ ഒരു ചെറിയ സമൂഹമേ ഉള്ളൂ. സത്യത്തിൽ അതിൻ്റെ അന്നത്തെ ഘടന വെച്ച് അന്നേ പൊട്ടിപ്പോകേണ്ട മാർഗം. അനഭ്യസ്തവിദ്യരായ പത്രോസും യോഹന്നാനും സമ്പന്നരല്ലാത്ത കുറേ പാവങ്ങൾ. യേശുവിൻ്റെ ഭാഷ ഏറ്റവും ലളിതമായ 120 മൈലിൻ്റെ ചുറ്റളവിൽ ഒതുങ്ങി നിൽക്കുന്ന അരാമിക്ക് ഭാഷ. അവൻ പാലസ്തീനിയെ വിട്ട് പുറത്തു പോയില്ല. പക്ഷേ പാലസ്തീനിയായുടെ പർവ്വത പ്രദേശങ്ങളിൽ ഉയർന്നു നിന്നുകൊണ്ട് യേശു തൊടുത്തുവിട്ട ആശയ അസ്ത്രങ്ങൾ കാലത്തിൻ്റെ സകല വെല്ലുവിളികളെയും അതിജീവിച്ച് 2000 വർഷമായി ലോകത്തിൻ്റെ 5 വൻകരകളിലും 24 മണിക്കൂറും ഇടതടവില്ലാതെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ ശബ്ദം യേശുവിനെ കുറിച്ചുള്ളതാണ്. ആഫ്രിക്കയിൽ, അന്റാർട്ടിക്കയിൽ, ഏഷ്യയിൽ എല്ലാ വൻകരകളിലും മനുഷ്യസ്പർശമുള്ള മണ്ഡലങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം യേശുവിൻ്റെ ശബ്ദമാണ്.
ആ യേശുവിനെ ഞാനും വിളിക്കുന്നത് ഓർക്കുമ്പോൾ അഭിമാനമുള്ള ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് ഏറ്റുചൊല്ലുമാറ് മഹാശബ്ദത്തിൻ്റെ ഉടമയാ നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്. അപ്പോൾ യേശു ജനിക്കും മുമ്പ് ഈ സുവിശേഷം എത്തിക്കാൻ പാകത്തിന് ലോകത്തെ പിതാവ് ഒരുക്കി സജ്ജീകരിച്ചു വച്ചു. എങ്ങനെ പറയാം? യേശു ജനിക്കും മുമ്പ് ഈ ലോകത്തെ ദൈവം കൊടുത്തത് ആദ്യം ഈ ബാബിലോന്യരുടെ കയ്യിലാണ്. അവർ ലോകത്തെ ഭരിച്ചു. ലോകത്തെ എന്ന് പറയുന്നതിനേക്കാൾ യഹൂദ മേഖലയെ ഭരിച്ചു. പ്രബലമായൊരു സാമ്രാജ്യമായിരുന്നു ബാബിലോൺ. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. അവർക്ക് ശേഷം വന്നത് പേർഷ്യക്കാരായിരുന്നു. ഈ ബാബിലോണിൻ്റെ ലോകത്തെ ഭരിക്കുമ്പോൾ അവർക്ക് ചില കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ സംഭാവന ലോകത്തിന് പ്രയോജനപ്പെട്ടു. അങ്ങനെയാണ്. രണ്ടാം ഘട്ടം പേർഷ്യക്കാർ ലോകത്തെ ഭരിച്ചു. അവരും ലോകത്തിന് ഒത്തിരി കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഇന്നും അതിൻ്റെ അനുരണനങ്ങൾ ലോകത്തിൽ കാണാം. എന്ന് പറഞ്ഞാൽ ഞാനിട്ടിരിക്കുന്ന ഈ ജുബ്ബ ആത്മാവ് പറഞ്ഞിട്ടോ വെളിപ്പാട് കണ്ടിട്ടോ ഇട്ടതല്ല. ഇത് പേർഷ്യൻ കൾച്ചറാണ്. പിടികിട്ടിയോ? പേർഷ്യൻ കൾച്ചറാണ്. ഈ വിരിച്ചിരിക്കുന്ന പരവതാനി, ഈ വിട്ടിരിക്കുന്ന സംഗതിയില്ലേ, ഇത് പേർഷ്യക്കാരൻ്റെ സംഭാവനയാണ്. നമ്മൾ വായിക്കുന്ന തബല, ഹിന്ദുസ്ഥാനി സംഗീതം, ഇതൊക്കെ പേർഷ്യക്കാരുടെ സംഭാവനയാണ്. ലോകത്തിന് അവർ കൊടുത്ത സംഭാവനയാണ്. ഞാൻ സംഭാവന എന്ന് ഒത്തിരി പറയുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ഞാൻ ഇനി അധികം ആ കാര്യം മിണ്ടുന്നില്ല. എവിടെ ചെന്നാലും ഇതാ. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച സംഭാവനയല്ല. പോട്ടെ, ശുശ്രൂഷയൊക്കെ കൊള്ളായിരുന്നു. അവസാനം തെറ്റിക്കാനുള്ള പണിയാണ് സംഭാവന എന്ന് 5-6 തവണ പുള്ളി പറഞ്ഞു. ഞാൻ ആ സംഭാവന അല്ല പറഞ്ഞു. നോട്ട് അബൌട്ട് യുവർ കോൺട്രിബ്യൂഷൻ. വിട്ടേക്ക്. അടുത്തത്, ലോകത്തെ ഏറെ സഹായിച്ച ഒരു കോൺട്രിബ്യൂഷൻ ലോകത്തിന് കൊടുത്തൊരു സാമ്രാജ്യം ഗ്രീക്കുകാരുടേതായിരുന്നു. ഗ്രീക്കുകാർ ലോകത്തിന് കൊടുത്തത്, അലക്സാണ്ടർ ലോകത്തെ വെട്ടിപ്പിടിച്ചപ്പോൾ ലോകത്തിൻ്റെ 4/3 ഭാഗവും അയാളുടെ കയ്യിലായി. എല്ലാം അത്ര കൃത്യമല്ല എങ്കിലും ലോകത്തിൽ അനേക രാജ്യങ്ങൾ, ഇന്ത്യയുടെ പാതി വഴി വരെ പിടിച്ചുകൊണ്ടുപോയി. അലക്സാണ്ടർ പോയ വഴിക്കെല്ലാം അയാളുടെ ഭാഷ ഇങ്ങനെ പാകി ആ പദങ്ങൾ ഇട്ടിട്ടാണ് പോയത്. ആണ്ടാ നിങ്ങൾ പഠിക്കുന്ന ഏത് വിഷയം പഠിച്ചാലും ഒരു ഗ്രീക്ക് വേർഡ് പഠിക്കാതിരിക്കാൻ നോക്കുകയില്ല. മാത്സ് അത് മൊത്തം ഗ്രീക്കാണ്. ആൽഫ, ബീറ്റ, ഗാമ. ഫിസിക്സ് പഠിച്ചു, അതിൽ ഗ്രീക്കുണ്ട്. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ പഠിച്ചിട്ടില്ലേ? പ്രവേഗ സിദ്ധാന്തം അതും കണ്ടല്ലേ? ഞങ്ങൾ പാസ്റ്റർമാർ പറയുന്ന ശാസ്ത്രം എല്ലാം വിശ്വസിക്കരുത്, അത് വേറെ കാര്യം. അത് അതുപോലെ ഈ തീറ്റ എന്ന് പഠിക്കുകയല്ലേ? ഭക്ഷിക്കുന്ന തീറ്റയല്ല. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, ഇതെല്ലാം ഗ്രീക്ക. അത് വിട്ട് നമുക്ക് വൈദ്യശാസ്ത്രത്തിലേക്ക് വരാം. നിങ്ങൾ പറയില്ലേ, ഒരു ഓർത്തോപീഡിയാട്രീഷ്യനെ കാണാൻ പോയതാണ്, അല്ലെ പറയും പീഡിയാട്രീഷ്യനെ കാണാൻ പോയതാണ്. പീഡിയാട്രീഷ്യൻ ഗ്രീക്ക് വേർഡ് പൈഡിയ. ചിൽഡ്രൻ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരണം. പൈഡിയ. യേശു തൻ്റെ അമ്മയായ മറിയെ വിളിച്ചു ഗുനൈ എന്ന് വെച്ച സ്ത്രീയെ. ഗുനൈ അതിൽ നിന്ന് ഗൈനക്കോളജി, സ്ത്രീയെ പറ്റിയുള്ള പഠനം. ഞാൻ നിൻ്റെ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്ന ദൈവം. ഗ്രീക്കിൽ കിടക്കുക. എനിക്ക് നിൻ്റെ നെഫ്രോണും കാർഡിയായും അറിയാം. പിടിയോ? നെഫ്രോൺ, കാർഡിയ, ന്യൂറോൺ, ഇതെല്ലാം ഈ പുസ്തകത്തിലുള്ള സാധന. ഗ്രീക്ക് ഭാഷ മനസ്സിലായില്ലേ? ബുദ്ധിമാന്മാരുടെ ഭാഷയായിരുന്നു ഗ്രീക്ക്. ഈ ഭാഷ ലോകം മുഴുവൻ നിറച്ചു. അതുകൊണ്ട് എന്താ പഠിച്ചാലും ഗ്രീക്ക് പഠിക്കണം. അത് കഴിഞ്ഞ് പുള്ളിക്ക് പക്ഷേ ഈ ഭാഷയിൽ അധികം ലോകത്തെ ഭരിക്കാൻ കഴിഞ്ഞില്ല. ആൾ മരിച്ചുപോയി. 30-31 വയസ്സേ ഉള്ളൂ. അത് മരണവീട്ടിൽ കേട്ട് അലക്സാണ്ടർ പോലും മടുത്തതുകൊണ്ട് ഞാനത് മിണ്ടുന്നില്ല. ശവപ്പെട്ടി കൈ പുറത്തോട്ടിടണമെന്നൊക്കെ ഉള്ള കേട്ട് അവിടെ വിട്ടേക്കാം. അലക്സാണ്ടർ മരിച്ചു. ഭാഷ ലോകം മുഴുവൻ എത്തിച്ചു. പിന്നാലെ വന്നത് റോമക്കാരാണ്. റോമക്കാരുടെ സന്തോഷം വികസനം, ഇൻഫ്രാസ്ട്രക്ചർ ശരിയാക്കുക. നല്ല ഹൈവേകൾ പണിയാണ്. നമ്മളൊക്കെ ഈ ഹൈവേ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വാസ്തവത്തിൽ ഹൈവേ കണ്ടാൽ നമ്മൾ അന്തിച്ചു. നമ്മുടെ നാട്ടിൽ ഈ ഹൈവേ ഉണ്ടാകുന്നത് ഉള്ള റോഡിന് നടുവിലൂടെ
കുമ്മായങ്കലയ്ക്ക് ഒരു വഴ. ഇതാണോ ഹൈവേ? പോട്ടെ. ഇപ്പം നല്ല PWD ഒക്കെ കേട്ടോ, അത് വേറൊരു സത്യം. ഇല്ല, ഞാൻ ആ മിനിസ്ട്രിക്കെതിരെയൊന്നുമല്ല, നല്ല മിനിസ്റ്ററാണ് PWD, അതിനെതിരെ പറഞ്ഞല്ല. നമ്മുടെ നാട്ടിൽ അതേ പറ്റൂ. മലയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ പറ്റുള്ളൂ. പക്ഷെ റോമക്കാരിങ്ങനെ വളഞ്ഞ് റോഡൊന്നും വെട്ടില്ല. വളഞ്ഞ് ചെരിഞ്ഞ റോഡുകൾ നല്ല സ്ട്രെയിറ്റായിട്ട് വെട്ടിച്ചു. രണ്ട് ഭാഗത്തും തണൽ മരങ്ങൾ വെച്ചു. ചുമട് കൊണ്ട് വെക്കാൻ വേണ്ടി എന്താ പറയുക, അത്താണികൾ അല്ലെങ്കിൽ ചുമട് താങ്ങികൾ വെച്ചു. നമ്മുടെ നാട്ടിലും ചിലയിടത്തൊക്കെ അപൂർവമായിട്ട് കാണാം. തണൽ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര. അതുകൂടാതെ കടലിലും ചില പരിഷ്കാരങ്ങൾ വരുത്തി. താന്ന് കേട്ടു, വളഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന കടലിൻ്റെ തീരങ്ങളിൽ കനാലുകൾ വെട്ടി ഏകീകരിച്ചു. മനസ്സിലായോ? കനാലുകൾ വെട്ടി ഏകീകരിച്ചു. പിന്നെയുണ്ട് നദികൾ, പല വഴിക്കൊഴുകുന്ന നദികളെ തമ്മിൽ ഏകീകരിച്ച് കനാലുകൾ വെട്ടി ഒന്നാക്കി. എല്ലാം മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, സഹോദരിമാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാത്തതിന് കാരണമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഞാൻ സ്ഥിരം കേൾക്കുന്നൊരു വാർത്ത, ഒരു 15 വർഷമായിട്ട് കേൾക്കുന്നതാണ്. ഇന്ത്യയിലെ പല നദികളെ ഒരുമിച്ച് ചേർക്കാൻ സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു. കാരണം ചിലയിടത്ത് പ്രളയം വരുന്നു, അപ്പോൾ അപ്പുറത്ത് വെള്ളമില്ല. അപ്പോൾ ഈ വെള്ളം വെട്ടി അങ്ങോട്ട് ചീപ്പ് വെച്ച്, ചീപ്പെന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ ടെക്നിക്കൽ പേരാണ്, അത് വെച്ച് തിരിച്ച് അങ്ങോട്ട് വിട്ട് ആ വെള്ളം അങ്ങ് പൊക്കോളും. ഇവിടുത്തെ പ്രളയം മാറും, അവിടെ വെള്ളവും കിട്ടും. നല്ല പദ്ധതിയായിരുന്നു. ആരും തടഞ്ഞിട്ടല്ല, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഫണ്ടും ചിലവഴിച്ചു. പക്ഷെ അത് നീങ്ങുന്നില്ല. എൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. കൂടോത്രമാണോ, ആരിലും ബന്ധിച്ച് പ്രാർത്ഥിച്ചോ, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചൊരു കാരണമുണ്ട്. ഇതൊന്നും വിജയിക്കുകയില്ല ഇന്ത്യയിൽ. അതിൻ്റെ കാരണം, നമ്മുടെ നാട്ടിലെ നദികളിൽ ഒരു നദി ഒഴികെ ബാക്കിയെല്ലാ നദികളുടെയും പേര് സ്ത്രീകളുടെ പേരാണ്. ഗംഗ, യമുന, സരയു. സ്ത്രീകൾ ചോദിച്ചു പോവോ എവിടെയെങ്കിലും? എവിടെയെങ്കിലും ചോദിച്ചു പോകും. ഒരു മീറ്റിങ്ങിന് യോജിച്ചൊന്ന് പോകുമോ നിങ്ങളൊന്ന് ആലോചിച്ചു. ഞങ്ങളെത്ര വർഷമായിട്ട് ഹൈസ്കൂളിലാണ് ജീവിതം. അവിടെ സ്ത്രീകളുടെ ഹോസ്റ്റലുണ്ട്, ആൺകുട്ടികളുടെ ഹോസ്റ്റലുണ്ട്. ഈ ആൺകുട്ടികളുടെ ഹോസ്റ്റലിടയ്ക്ക് വഴക്കും ബഹളമൊക്കെ ഉണ്ടെങ്കിലും ഈ പിരിയുന്നതിൻ്റെ അന്ന് ഭയങ്കര സങ്കടമാണ്. ക്ഷമയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചേ പോകുള്ളൂ. അന്നും പക വെച്ച് പോവാ പെൺപിള്ളേർ. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. മനസ്സിലായോ? യോജിക്കുകയില്ല. ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഗുണങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങിയേ. ഇത് ഇവിടെ പറഞ്ഞില്ല നോക്കുമോ? നമുക്ക് യോജിച്ച് പോകണം എന്നെങ്കിലും. സന്തോഷമല്ലേ? സ്തോത്രം. അപ്പോൾ ഈ നദികളെ തമ്മിൽ ഏകീകരിച്ചു റോമക്കാർ. ഇതുകൊണ്ട് ഗുണമുണ്ടായത് റോമക്കാർക്കല്ലെന്ന്. 6 മാസം കൊണ്ടൊക്കെ ഇങ്ങനെ കപ്പൽ വഴി യാത്ര ചെയ്യാവുന്ന ദൂരം 3-4 ദിവസം കൊണ്ട് ചെല്ലാവുന്നതായി. അഖായ ടു കൊരിന്ത്, കൊരിന്ത് ടു എഫസോസ്, കടൽ വഴിയുള്ള യാത്ര പെട്ടെന്നായി. സർക്കാർ കടൽ കൊള്ളക്കാരെ അമർച്ച ചെയ്തു. കുതിരവണ്ടി പോലെയൊക്കെയുള്ള അന്നത്തെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്ക് നേരെയുള്ള റോഡുകൾ അധികം പ്രയോജനം ചെയ്തു. അങ്ങനെയാണ് എല്ലാ റോഡും റോമിലേക്കെന്നൊരു വഴമൊഴി തന്നെ ഉണ്ടായത്. കേട്ടല്ലോ? ഇത് രണ്ടും പ്രയോജനപ്പെടുത്തിയത് റോമക്കാരോ ഗ്രീക്കുകാരോ അല്ല, നമ്മുടെ പൗലോസും ഒക്കെയാണ്. ഈ വഴി ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ സുവിശേഷം പറയാൻ നമുക്ക് സൗകര്യം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഇല്ല. അതുകൊണ്ട് കേരളയിലും ഒക്കെ വരട്ടെ, വിമാനത്താവളവും വരട്ടെ. അതൊക്കെ നമുക്ക് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് കാരണം നമ്മൾ തടഞ്ഞ ഇതെല്ലാം വരുമോ, വരാതിരിക്കുമോ? അതതിൻ്റെ വഴിക്ക് വരട്ടെ. വേഗത മുഖമുദ്രയാക്കിയ ഒരു ലോകത്തിൻ്റെ അടയാളങ്ങൾ ഇങ്ങനെ രൂപപ്പെടും. അതായി പറഞ്ഞു വരുന്നത്. അന്ന് പെട്ടെന്ന് സുവിശേഷം പറയാൻ പറ്റി. റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുക, നിങ്ങളുടെ വിശ്വാസം മുഴുവൻ ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു. എല്ലായിടത്തും സുവിശേഷം എത്തിച്ചു. അങ്ങനെ സുവിശേഷം ലോകത്തോട് മുഴുവൻ പ്രസംഗിക്കാൻ വേണ്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രകൃതിയെ ഉപയോഗിച്ച്, രാജാക്കന്മാരുപയോഗിച്ച് ദൈവം സജ്ജീകരിച്ചിട്ട യേശുവിനെ ഇവിടേക്ക് അയച്ചത്. അണ്ട് അതിൻ്റെ പേരാ കാലസമ്പൂർണത. തെറ്റിക്കോ? ഞാൻ വിഷയം വിട്ടു പോകുന്ന നിങ്ങളോർത്തല്ല. ഇതാണ് കാലസമ്പൂർണത. മനസ്സിലായോ? ശ്രദ്ധിക്കാതെ നിൻ്റെ ദോഷം പിടികിട്ടിയോ? ശ്രദ്ധിച്ച്. അവസാനത്തെ 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഇവിടെ അന്ന് ലോകത്ത് സുവിശേഷം ലോകത്തോട് അറിയിക്കാൻ വേണ്ട സകല സജ്ജീകരണങ്ങളും ദൈവത്താൽ ഒരുക്കി വച്ചിട്ട് യേശുവിനെ കൃപയും സത്യവും നിറഞ്ഞവനായി ലോകത്തിൽ അയച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ തല ഉയർത്തി സൂക്ഷ്മമായി ലോകത്തിലേക്ക് കണ്ണോടിച്ചാൽ ഒരു കാഴ്ച കാണാം.
ലോകം വീണ്ടും ഒരു രാജാവിനെ എതിരേൽക്കാൻ അറിയാതെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നോക്ക്, ലോകത്തൊന്നാം തരം റോഡുകൾ, റെയിൽവേ, എയർപോർട്ടുകൾ, ഫാസ്റ്റസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഏറ്റവും വേഗതയേറിയ വാർത്താവിനിമയ സൗകര്യങ്ങൾ, ഏറ്റവും നല്ല റോഡുകൾ, ഏറ്റവും മനോഹരമായ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്ന ലോകത്ത് ലോകം ഒരു ഭാഷയ്ക്ക് കീഴിലേക്ക് വരുന്നു. ശ്രദ്ധിച്ചോ? ലോകം ഒരു ഭാഷയ്ക്ക് കീഴിൽ. എന്തിനെന്ന് പറയാം? അതിലും വലിയ വിഷയമാണ് നമ്മുടെ പക്കലിരിക്കുന്ന ഈ മൊബൈൽ. ഞാൻ ആദ്യമൊക്കെ കേട്ട, ഞാൻ പണ്ട് മുതലേ ഈ ടെക്നോളജിയോട് മുഖം തിരിച്ച് നിൽക്കുന്ന ഒരാളല്ല. മൊബൈലൊക്കെ ഇറങ്ങിയ കാലം മുതലേ, ഏതാണ്ട് ഇറങ്ങിയ കാലം മുതലൊക്കെ ഉപയോഗിക്കുമായിരുന്നു, ആവശ്യമായിരുന്നു. അന്നൊക്കെ കേട്ടത് എനിക്ക് മൊബൈലില്ല എന്ന് പറഞ്ഞ ആളുകളെയാണ്. പിന്നെ മൊബൈലായി കഴിഞ്ഞാൽ പറഞ്ഞു ആൻഡ്രോയിഡില്ല, ഒരു സാധാ മൊബൈലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നു പലരും ഇങ്ങനെയുള്ള ആൻഡ്രോയിഡ് ഫോണുകൾ കിട്ടാൻ. പിന്നെ പറയാൻ തുടങ്ങി എനിക്ക് വാട്സാപ്പില്ല, ഫേസ്ബുക്കില്ല, ഇൻസ്റ്റഗ്രാമില്ല, യൂട്യൂബ് എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളൊരു നൂറ്റാണ്ട് പുറകില്ല എന്നർത്ഥം. കാളവണ്ടിയിൽ യാത്ര ചെയ്താൽ ഈ കാലത്തിനൊപ്പം പോകാൻ പറ്റില്ല. യൂസ് ദിസ് ഫെസിലിറ്റീസ്, ടൈംലി ടെക്നോളജി ഫോർ ടൈംലെസ് ട്രൂത്ത്. സമയാതീതമായ സന്ദേശത്തിൻ്റെ പ്രചരണത്തിന് സമയോചിതമായ ടെക്നോളജി യൂസ് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ നമ്മളിവിടെ വന്നേന്ന്. എല്ലാത്തരം കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിൽ, മനുഷ്യരാശിക്ക് ഗുണം ചെയ്യുന്ന കണ്ടുപിടുത്തങ്ങളുടെ എല്ലാം പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൃത്തൻ്റെ ഇടപെടലുണ്ടായിരുന്നു. എൻ്റെ മുമ്പിലിരുന്ന നിരീശ്വരന്മാരായ ആളുകൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യമാണ്, 2000 ആണ്ടായിട്ട് നിങ്ങൾ ലോകത്തിന് കൊടുത്ത സംഭാവന പറയണം, ഞങ്ങൾ ദൈവമക്കൾ കൊടുത്ത സംഭാവനകളെ പറയാം. ലോകത്തിന് വൈദ്യുതി, ഡാമുകളുടെ നിർമ്മാണം, റോഡുകളുടെ നിർമ്മാണം, കൃത്രിമ ശ്വാസം കൊടുക്കുന്ന സൗകര്യം, വൈദ്യശാസ്ത്രം, ഈ മേഖലയിലൊക്കെ തന്നെ പ്രാർത്ഥിച്ച ദൈവവൃത്തന്മാരുടെ ഇടപെടലായിരുന്നു സജീവം. ഗ്രിഗർ മെൻഡൽ ഒരു കത്തോലിക്ക പാതിരിയായിരുന്നെങ്കിൽ ഐസക് ന്യൂട്ടൺ എന്നെയും നിങ്ങളെയും പോലെ വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വിശ്വാസിയായിരുന്നു. മൈക്കൽ ഫാരഡേ, തോമസ് എഡിസൺ ആൽവ, റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണി, എത്ര പേരറിയണം? ഇതൊക്കെ കൃത്യം സൺഡേ സർവീസിന് പോയി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ വൃത്യന്മാരായിരുന്നു. ഇനി നിങ്ങളുടെ ഇങ്ങോട്ട് പറ, മനസ്സിലായില്ലേ? ഞങ്ങളുടെ ക്ലബ് ഹൗസിലൊക്കെ വന്നിട്ട് സയൻറ്റിഫിക് ടെമ്പർ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയും ടെമ്പറല്ല, ടിമ്പറാണ് നിങ്ങൾ സയൻറ്റിഫിക്. ഈ ടിമ്പറൊന്നും വന്നാൽ ഞങ്ങളുടെ തേക്കുകയില്ല. അതിൻ്റെ കാരണം നമ്മൾ ലോകത്തിന് കൊടുത്ത സംഭാവനകളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. പോട്ടെ. അപ്പോൾ ഞാൻ ആ വഴി ഒത്തിരി പോകുന്നില്ല. നിങ്ങൾ സസൂക്ഷ്മം നോക്കിയാൽ ലോകം അതിൻ്റെ വികാസ പരിണാമങ്ങളുടെ അത്യുച്ച കോടിയിലെത്തി നിൽക്കുക. നമ്മൾ ഇനി ഇത് മുമ്പോട്ട് പോകത്തേ ഉള്ളൂ. ആർക്കും ഇതിൻ്റെ സ്വാധീന വലയം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യ. ലോകം അതിവേഗത്തിൽ പോകുക. ഈ അതിവേഗം പോകുന്ന ലോകത്തൊരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇന്നുള്ള ഈ ലോകത്തെ ഇതുപോലാക്കി തീർക്കാൻ പണ്ട് ദൈവം ചെയ്തതുപോലെ 4 ലോകശക്തികളെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ബാബിലോണിനെ, മീഡോ പേർഷ്യയെ, ഗ്രീസിനെ, റോമയെ ഉപയോഗിച്ചുകൊണ്ട് പൗരാണിക കാലത്തെ അന്നുള്ള രീതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ, രൂപീകരിച്ചെടുക്കാൻ പ്രവർത്തിച്ച ദൈവം ഇന്നും അതേവിധം പ്രവർത്തിക്കുന്നു. അവൻ ഇഷ്ടമുള്ളവർക്ക് രാജ്യത്വം കൊടുക്കുന്നു. അങ്ങനെയാ വിശ്വസിക്കണ്ടേ? ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ നമുക്ക് അതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇഷ്ടമുള്ളവർക്ക് രാജ്യത്വം കൊടുക്കുന്ന ദൈവം ഈ ആധുനിക ലോകത്ത് ഇന്ന് കാണുന്ന അളവിൽ ഈ ലോകത്തെ പരിഷ്കരിക്കാൻ 4 ലോകശക്തികളെ ഉപയോഗിച്ചു. അതാ 1, 2, 3, 4 കുതിര. കുതിര അധികാരമുള്ളവൻ്റെയും യുദ്ധം ചെയ്യുന്നവൻ്റെയും വീര്യത്തിൻ്റെയും ഐതിഹാസികമായ പിടിച്ചെടുക്കലിൻ്റെയും
വേഗതയുടെയും പ്രതീകമാണ്. ഇതാ കുതിര. ആ കുതിരപ്പുറത്തിരിക്കുന്നവൻ അധികാരിയാണ്. അവന് കിരീടമുണ്ടെങ്കിൽ അവൻ സാമ്രാജ്യാധിപതിയാണ്. വെള്ളക്കുതിരയെ ഞാൻ കണ്ടു. ലോകത്ത് ഈ വെള്ളക്കുതിര ഇന്ന് കാണുന്ന അളവിലേക്ക് ലോകത്തെ ഉൽപ്പാദിപ്പിക്കാൻ, രൂപീകരിക്കാൻ ഒരു കാലത്ത് പ്രയത്നിച്ച ഇംഗ്ലീഷ് സാമ്രാജ്യത്തിൻ്റെ പ്രതീകമാണ് എന്ന് ഞാൻ പറയും. കാരണം വിളിക്കുന്നത് ഒരു സിംഹമാണ്, വരുന്നത് വെള്ളക്കുതിരയാണ്. വസ്തുതകൾ പഠിക്കുന്നവർക്കൊരു കാര്യം അറിയാം, സിംഹം ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ചിഹ്നമാണ്. ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ചിഹ്നം. ഇന്ന് ലോകത്തിലെ ഒന്നാമത്തെ ശക്തി വെള്ളക്കാരനാണ്. ബ്രിട്ടൻ വീക്കായി, പക്ഷേ പകരം ബ്രിട്ടനിൽ നിന്ന് പറഞ്ഞുപോയ ബൈബിളിൻ്റെ ഭാഷയിലെ കഴുകൻ ചിറക് അമേരിക്കയാണ്. കഴുകൻ അമേരിക്കയുടെ ചിഹ്നമാണെന്ന് ഏതൊരാൾക്കും അറിയാം. കൃത്യം ദാനിയേൽ പ്രവചനമായി തുലനം ചെയ്യുമ്പോൾ അതിൻ്റെ കഴുകൻ ചിറക് പറഞ്ഞുപോയി എന്ന് കാണുന്നുണ്ട്. പിൽഗ്രിം ഫാദേഴ്സിൻ്റെ കുടിയേറ്റം അമേരിക്ക രൂപപ്പെടുന്നു, അത് ബ്രിട്ടനിൽ നിന്ന് പറഞ്ഞു പോയതാണ്. അവരുടെ ചിഹ്നം സിംഹം, അവരുടെ ഭാഷ ഇംഗ്ലീഷ്, അവൻ്റെ നിറം വെളുപ്പ്. പാശ്ചാത്യൻ്റെ കൊടിയുടെ നിറം വെളുപ്പ്, മുടിയുടെ നിറം വെളുപ്പ്, അവൻ തന്നെ വെളുപ്പ്. അവനെ വിളിക്കുന്ന പേരാ വൈറ്റ് പവർ. അതാ പാശ്ചാത്യൻ. അവനാ ലോകത്തെ ഭരിച്ച്, അവന് വലിയ അധികാരം അവന് ലഭിച്ചു. അവൻ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സംതൃപ്തിയുടെ പ്രതീകമാണ്. അവനൊരടി അടിച്ചാലും ചിരിച്ചോണ്ട് അടിക്കുന്നത്. അമേരിക്ക നടത്തിയ ഏതെങ്കിലും യുദ്ധം കരഞ്ഞുകൊണ്ടായിരുന്നോ? അല്ല. ബ്രിട്ടൻ അടിക്കുമ്പോഴും സന്തോഷത്തോടാണ്, ചിരിച്ചോണ്ടായി ബോംബിടുന്നില്ല. എത്ര ആളുകൾ അമേരിക്കൻ, റഷ്യൻ, ഈ ഇംഗ്ലീഷ് ആധിപത്യത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അവർക്കൊരു ഗുണമുണ്ടത് പറയാതിരിക്കാൻ തരില്ല. അവരെവിടൊക്കെ ഉന്മൂലനം ചെയ്തോ ആ രാജ്യങ്ങളോടെല്ലാം കരുണ തോന്നി. അഫ്ഗാനിൽ നിന്നുമൊക്കെ ഇന്ന് കുടിയേറുന്ന അറബികളെ പാർപ്പിക്കാൻ അവർ തയ്യാറെടുക്കുന്നത് ഒരു തലമുറ ചെയ്ത തെറ്റ് ഞങ്ങളായി തിരുത്തട്ടെ എന്ന താല്പര്യം കൊണ്ടാണ്. തീർച്ചയായിട്ടും ലോകം ഇന്നായിരിക്കുന്ന അളവിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ ബ്രിട്ടൻ പണിയെടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് സാമ്രാജ്യം പണിയെടുത്തിട്ടുണ്ട്. ബ്രിട്ടൻ ലോകത്തിലെ ശക്തിയായി, അമേരിക്ക ലോകത്തിലെ ശക്തിയായി അധികാരമേറ്റുകൊണ്ടിരിക്കുന്ന അതേ കാലത്ത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു രണ്ടാം ലോകശക്തി ഉദയം ചെയ്തു. അതാ രണ്ടാമത്തെ കുതിര. രണ്ടാമത്തെ കുതിരയെ വിളിക്കുന്നത് കാളമുഖമുള്ളൊരു ജീവിയാണ്. വരുന്നതൊരു ചുവന്ന കുതിരയാണ്. കാള തൊഴിലെടുക്കുന്നവൻ്റെ പ്രതീകമാണ്. വണ്ടി വലിക്കുന്ന, മുഖം ചുമക്കുന്ന, ചുമട് വഹിക്കുന്ന, പണിയെടുക്കുന്ന വർക്കിംഗ് ക്ലാസിൻ്റെ പ്രതീകമാണ് കാള. കാള വിളിച്ചപ്പോൾ വന്നവൻ ചുവപ്പനാണ്. കാളയുടെ വിളി നമ്മൾ ചരിത്രത്തിൽ മുഴങ്ങി കേട്ടിട്ടുണ്ട്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കണം, ഒന്നാകണം. റഷ്യൻ വിപ്ലവത്തിലൂടെ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നടന്ന വർക്കിംഗ് ക്ലാസിൻ്റെ സ്ട്രഗിൾ അധികാരം പിടിച്ചെടുക്കാൻ അവരെ പ്രേരിപ്പിച്ചു. അവരും ഒരു ശക്തിയായി. ഒന്നും രണ്ടും ശക്തി. ഒന്നാം ശക്തിയുടെ കൊടിയുടെ നിറം വെളുപ്പ്, മുടിയുടെ നിറം വെളുപ്പ്. അവനെ വെളുപ്പെങ്കിൽ രണ്ടാം ശക്തിയുടെ കൊടിയുടെ നിറം ചുവപ്പ്, മംഗോളിയൻ്റെ മുടിയുടെ നിറം ചുവപ്പ്. അവൻ്റെ പ്രത്യേകത ഏറ്റവും കരുത്ത വിപ്ലവം. ഈ രണ്ട് ശക്തികൾ ഇങ്ങനെ നിൽക്കച്ചെയ്ത് കഴിഞ്ഞ സഹസ്രാബ്ദം 1900 ആണ്ടിൻ്റെ അവസാനം ലോകം ഒരു അമ്പരപ്പിക്കുന്ന വാർത്ത കേട്ട് ഉറങ്ങി. അത് സോവിയറ്റ് യൂണിയൻ്റെ പതനമായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടല്ലെങ്കിൽ സഹസ്രാബ്ദം എന്ന് തന്നെ പറയാം. ഉറങ്ങാൻ കിടക്കുന്നത് USSRൻ്റെ പതനം കേട്ടാണ്. റെഡ്
പവർ വീക്കായി. എന്നാൽ 2000 ആണ്ട് ഉണർന്നത് മറ്റൊരു ശബ്ദം കേട്ടാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ തകർച്ച. പാശ്ചാത്യ രാജ്യങ്ങളും തകർന്നു. സമ്പദ് വ്യവസ്ഥയിൽ ഇടിവുണ്ടായി. ഇതോർത്ത് നമ്മളൊന്നും സന്തോഷിക്കണ്ട. പക്ഷെ എന്നാലും അവരാ പവർ. പാശ്ചാത്യരും റഷ്യയാണ്. റഷ്യക്ക് പവറില്ലെന്നൊന്നും വിവരദോഷം പറയില്ല. പാസ്മാരി പലരും പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയും. പവറില്ലാഞ്ഞിട്ടാണ് ഇത്രയും രാജ്യങ്ങൾ എതിർത്തിട്ട് അവരുടെ ഡോളർ റൂബിള് അതിൻ്റെ വിലയിടിക്കാൻ അമേരിക്ക നോക്കിയിട്ട് തന്ത്രപരമായിട്ട് അതിജീവിച്ച് നാറ്റോ സഖ്യത്തെ വെല്ലുവിളിച്ച് ഉക്രൈനിൽ അധിനിവേശം നടത്തി ഇപ്പോൾ നടത്തുന്ന ഇടപെടൽ കണ്ടില്ലേ? പവറുണ്ട്, അധികാരമുണ്ട്, സമ്പത്തുണ്ട്, ഡോളർ കരുതൽ ശേഖരമുണ്ട്. ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അമേരിക്കയും ശക്തിയാണ്. ഇത് രണ്ടും പവറാണ്. പക്ഷേ ഒന്നും രണ്ടും ശക്തി കഴിഞ്ഞാൽ പിന്നുള്ളവൻ്റെ ശക്തി മൊത്തത്തിലെടുക്കുമ്പോൾ അതിൽ കൊള്ളാവുന്ന ഒരുത്തനും പരിഗണന ഉണ്ട്, അല്ലേ? ഇത് രണ്ടും അല്ലേ പിന്നെ തേർഡ് ഓപ്ഷൻ വേണ്ടേ? മൂന്നാമതൊരുവനാര്? ആ തേർഡ് ഓപ്ഷൻ പരിശോധിച്ചപ്പോൾ ഒന്നാം ലോകം വെളുപ്പാണെങ്കിൽ, രണ്ടാം ലോകം ചുവപ്പാണെങ്കിൽ, മൂന്നാം ലോകം കറുപ്പ്. സാമൂഹ്യശാസ്ത്രകാരന്മാരുടെ നിരീക്ഷണത്തിൽ റഷ്യ അമേരിക്കയും കഴിഞ്ഞുള്ള ലോകത്തെ അവർ വിളിക്കും തേർഡ് വേൾഡ്. തേർഡ് വേൾഡ് ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ആഫ്രിക്കൻ രാജ്യങ്ങൾ. ഇതിൽ ചൈനയൊക്കെ പെടുന്നത് രണ്ടാം ലോകത്തിൻ്റെ കൂടെ കേട്ടോ. അവരെല്ലാം ഒറ്റ ഗ്യാതറിങ്ങാണ്. ഓസ്ട്രേലിയയൊക്കെ പെടുന്ന ഒന്നാം ലോകത്തിൻ്റെ കൂടെ. ഈ റേസ് എടുത്താൽ മതി. റേസിനെയാണ് നമ്മൾ ഈ കണക്കൂട്ടിൽ പെടുത്തുന്നത്. ഇവിടെ മൂന്നാം ലോകത്തിലാണ് നമ്മളൊക്കെ പെടുന്നത്. പക്ഷെ അതിൽ വിഷമിക്കാനൊന്നുമില്ല. മൂന്നാം ലോകത്തിലെ കരുത്തർ നമ്മൾ ഇന്ത്യയാണ്. അതറിയോ? ഇവിടെ നമ്മൾ തന്നെ കരുത്തർ. മൂന്നാം ലോകത്തിലെ ശക്തിമത്തായ രാഷ്ട്രം ഇന്ത്യയാണ്. അതിന് കാരണമുണ്ട്. നിങ്ങളിപ്പോൾ എല്ലാം വിശ്വസിക്കാത്തൊരു കാര്യം പറയാം. അമേരിക്കയേക്കാൾ വലിയ സമ്പന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല. അതിൻ്റെ കാരണം പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനാഢ്യൻ അംബാനിയല്ല, ധീരുഭായ് അംബാനിയോ മക്കളോ അല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ നമ്മളറിയപ്പെടുന്ന ഏതെങ്കിലും അദാനിയോ അല്ലെ DLFോ ഇങ്ങനെയുള്ള കമ്പനികളല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഇന്ത്യ തന്നെയാണ്. മനസ്സിലായില്ല? പറയാം. റെയിൽവേ ഇന്ത്യയുടെ, വനം ഇന്ത്യയുടെ, റോഡുകൾ ഇന്ത്യയുടെ, ലക്ഷക്കണക്കിന് ഏറി വരുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ പൊതുമേഖലയിൽ നമുക്ക് സ്വത്തുണ്ടെന്ന്. ഇപ്പോൾ പിടികിട്ടിയോ? പൊതുമേഖല സ്വത്തുണ്ടെന്ന്. എയർപോർട്ടുകൾ ഇന്ത്യയുടെ, റെയിൽവേ, റോഡുകൾ, ഹൈവേകൾ, കടൽ, ഇതെല്ലാം പൊതുസ്വത്താണെങ്കിൽ അമേരിക്കയിൽ ഇങ്ങനെയല്ല. സർക്കാരിന് സ്വന്തം ഒന്നുമില്ല, എല്ലാം പ്രൈവറ്റാണ്. നമ്മളൊരു പ്രൈവറ്റ് പബ്ലിക് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇന്ത്യൻ എക്കണോമി. അതുകൊണ്ട് അത് അത്ര പെട്ടെന്ന് മുകളിലേക്ക് വരത്തുമില്ല, തീരെ താഴെ പോകത്തുമില്ല. ആരടിച്ചാലും വലിയ പട്ടിണിയൊന്നും വരാൻ പോകുന്നില്ലെന്ന്. അല്ല, നമുക്കിപ്പോൾ നേരിടേണ്ട നേരം കഴിഞ്ഞ്. അപ്പനും അമ്മയും തമ്മിൽ അടിവെച്ചാൽ മുറി വിൽക്കുന്ന കുട്ടിക്കുക എന്ന് പറയുന്ന പോലെ രണ്ട് രാജ്യം തമ്മിൽ അടിച്ചാൽ മൂന്നാം ലോകത്തിലാണ് പട്ടിണി വരുന്നത്. അവിടെ കണ്ടോ, യുദ്ധം നടന്നു. ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നു. തട്ടിപ്പോകുന്ന പാകിസ്ഥാനും ലങ്കയൊക്കെയാണ്. കാരണം ആശ്രിത രാജ്യങ്ങളാണ്, അതേ പറ്റൂ. ആ പൊളിറ്റിക്സ് ഒത്തിരി പറയാൻ നമുക്ക് നേരമില്ല, അതവിടെ കിടക്കട്ടെ. അപ്പോൾ മൂന്നാം ലോകത്തിലെ സമ്പന്നനാരാ? ഇന്ത്യ. പക്ഷെ മൂന്നാം ലോകങ്ങളെ പൊതുവിലെടുത്താനുള്ള പ്രശ്നം എന്താ? നിരക്ഷരത, അറിവില്ല. ഞാൻ പറഞ്ഞു ആദ്യം സതിയുടെ കാര്യം. സതി നിരോധിക്കും കാലത്ത് സർക്കാർ ഉത്തരവായി. സതി നിരോധിക്കും കാലത്ത് ഏതാണ്ട് 100,000-ഓളം സ്ത്രീകൾ ടൗണിലിറങ്ങിയിട്ട് സമരം ചെയ്തു. സതി തിരിച്ചു കൊണ്ടുവരണം. അതാ നമ്മുടെ രാജ്യം. എന്നാലോചിച്ച് നോക്കി. ഇല്ലിട്രസി, അതുപോലെ മറ്റ് പല ഘടകങ്ങൾ. ഇനി ഇന്ത്യ മാറ്റി നിർത്താം. ദാരിദ്ര്യം, ക്ഷാമം, മരുന്നില്ലായ്മ, പോഷകാഹാരക്കുറവ്, ഇതാണ് മൂന്നാം ലോക രാജ്യങ്ങളുടെ പ്രശ്നമെങ്കിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ് ഇവിടെ വലുത്. മനുഷ്യനാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. വിശപ്പാണ് ചർച്ചാ വിഷയം. വിദ്യാഭ്യാസമാണ് ചർച്ചാ വിഷയം.
അങ്ങനെയെങ്കിൽ തേർഡ് വേൾഡിൻ്റെ വിഷയം ബൈബിള് പ്രവചിക്കുന്നു. കറുത്ത കുതിരയുടെ പുറത്തൊരുത്തനിരിക്കുന്നു, അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് പിടിച്ചിരിക്കുന്നു. പണത്തിന് ഒരിടം കഴി ഗോതമ്പ്, 3 ഇടം കഴി യവം. അധികം ചിലവാക്കരുത്, തൂക്കിത്തരാം. തിന്നരുത് അധികം, നമ്മൾ തിന്നു തീർക്കുന്നു എന്നാണ് പറയുന്നല്ലേ. അടുത്തത്, എണ്ണ വീഞ്ഞ് കേടുവരുത്തരുത്. ഞാനിത് 10 വർഷം മുമ്പ് പ്രസംഗിച്ച വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാം. 10 വർഷം മുമ്പ് ഇന്ന് കാണുന്ന പ്രവണതകളൊന്നും ഇല്ലാതിരിക്കെ പാചകവാതക ക്ഷാമത്തെക്കുറിച്ച്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കയറുന്നതിനെക്കുറിച്ച് ഞാൻ നടത്തിയ നിരീക്ഷണം കിടപ്പുണ്ട്. എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്, അമിതമായിട്ട് ഉപയോഗിക്കരുത്, ഏറ്റവും അധികം എണ്ണയും ഇത്തരം വാതകങ്ങൾ ഉപയോഗിക്കുന്ന നമ്മളാണ് എന്ന് പറയുകയും, അതുപോലെ വീഞ്ഞ് മരുന്നിൻ്റെ പ്രതീകമാണ്. വാക്സിനുകളൊക്കെ ഇന്ന് ഈ നിലയിൽ ലോകവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അന്ന് ഞങ്ങൾ നടത്തിയ നിരീക്ഷണം കൃത്യമാകാൻ കാരണം ഞങ്ങളുടെ ബുദ്ധിവൈഭവമല്ല. ഈ പുസ്തകം പ്രവചിച്ചു നാളുകളിൽ എന്ത് സംഭവിക്കുമെന്ന്, അത് അക്ഷരം പ്രതി നിറവേറിയിട്ടുണ്ട്. എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് പറയുന്നു. അതാ നമ്മൾ ഈ കണ്ടത്. 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം. അങ്ങനെ 3-ാം ലോകശക്തി നിൽക്കെ എല്ലാവരെയും അമ്പരപ്പിച്ചു കൊണ്ടൊരു 4ാമത്തെ ശക്തി വന്നു. കഴുകനാണ് വിളിക്കുന്നത്. വരിക വരിക എന്ന് വിളിച്ചപ്പോൾ വന്നത് വിളറിയ പച്ചക്കുതിര. പച്ച ലോകഭീകരവാദത്തിൻ്റെ തെളിവാണ്. ലോകത്തിൻ്റെ ഭീകരതയാണ് പച്ച നിറം പ്രതിനിധീകരിക്കുന്നത്. നമ്മൾ കണ്ടു ആ ഭീകരത. അഫ്ഗാനിലെ ഒരു സ്കൂളിൽ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ ആ ഭക്ഷണപാത്രത്തിലേക്ക് കൈയിട്ട് അതൊന്ന് തുറക്കാൻ ശ്രമിക്കുന്ന കുട്ടി, ഉച്ച സമയത്തെ കുഞ്ഞിൻ്റെ വിശപ്പിൻ്റെ ആദിക്ക് അറിയാമല്ലോ. ക്ലാസ് കഴിഞ്ഞ് കയ്യും കഴിയും ഓടി വന്നവൾ, 4ാം ക്ലാസ്സുകാരി മിടുക്കി, അത് തുറക്കയും അതിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടി 127 കുട്ടികളും അധ്യാപകരും ബന്ധുവെണ്ണീറായി. ലോകഭീകരത. കണ്ടഹാറിലെ വിമാനം റാഞ്ചി. 100 ചരിത്ര തെളിവുകൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട്. സൂക്ഷിക്കണേ. കലാലയത്തിൽ പഠിക്കാൻ വിടുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. MBBS-നും MS-നും BTech-നുമൊക്കെ അഡ്മിഷൻ എടുത്ത് കോയമ്പത്തൂരിലും ബാംഗ്ലൂരിലും അതുപോലെ തന്നെ പ്രമുഖങ്ങളായ ഹൈദരാബാദിലെ ഹൈടെക് സിറ്റിയിലെ എഡ്യൂക്കേഷണൽ ഹബ്ബുകളിൽ പഠിക്കാൻ കുഞ്ഞുങ്ങളെ അയക്കുമ്പോൾ ഭക്തൻ പ്രാർത്ഥിച്ചേ വിടാവൂ. ഓരോ നിമിഷവും പ്രാർത്ഥിക്കണം. MBBS എടുക്കുന്നതിനേക്കാൾ, BTech നേടുന്നതിനേക്കാൾ, ഡിപ്ലോമ നേടുന്നതിനേക്കാൾ, തൊഴിൽ നേടുന്നതിനേക്കാൾ പ്രധാനം അവർ ദൈവമുള്ളവരായിരിക്കണം, യേശുവുള്ളവരായിരിക്കണം. ഭീകരത മറ്റൊരു രൂപത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാർന്നു തിന്നു കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. തൊട്ടടുത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളൊക്കെ ഇത്തരം പ്രശ്നങ്ങളുടെ ആശയ സമരത്തിൻ്റെ മുഖത്ത് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. വിശദാംശങ്ങൾക്ക് നിങ്ങളെൻ്റെ വീഡിയോ കണ്ടാൽ മതി. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രിപ്ഷൻ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ആ ഭീകരത തിരിച്ചറിഞ്ഞേ പറ്റൂ. നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എൻ്റെ വീടിൻ്റെ തൊട്ടരികിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കാണാതെ പോയി. എനിക്ക് ആ കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ പിതാവിനെക്കുറിച്ച് പറയണം. ഞങ്ങളുടെ ഒരു പാസ്റ്റർ എൻ്റെ അടുത്ത് താമസിക്കുന്നത്. ആ പാസ്റ്ററുടെ വൈഫ് പെട്ടെന്ന് ഇഹലോകം വിട്ട് കടന്നുപോയി. ആ സഹോദരിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സകല ചെലവും വഹിച്ച് സ്വന്തം വാഹനത്തിൽ പരിരക്ഷിച്ച ഒരു മാന്യനായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മകളെയാണ് നാളുകൾക്കപ്പുറത്ത് കാണാതെ പോയ ജസ്ന. ജസ്ന എവിടെ അറിയില്ല. പരസ്യ രഹസ്യ ചിലർക്കറിയാം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ലോകഭീകരതയുടെ നിറം അത് ചിലരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ആരാണ് എതിർ ക്രിസ്തു? പുത്രനെ നിഷേധിക്കുന്നവൻ അത്ര എതിർ ക്രിസ്തു. കുഞ്ഞെ കലാലയത്തിൽ ചെല്ലുമ്പോൾ നിന്നോട് ആദ്യം ചോദിക്കും, ദൈവത്തിന് പുത്രനുണ്ടാകോ? ദൈവം കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഈ ചോദ്യമാണ്. മറുപടി പറയണം, ദൈവത്തിന് പുത്രനുണ്ടാകുന്ന മോശപ്പെട്ട കാര്യമല്ല. ദൈവത്തിന് പുത്രനോ പുത്രിയോ ഉണ്ടാകട്ടെ,
പക്ഷെ അത് മാനുഷിക ബന്ധം പോലെയല്ല. ദൈവത്തിന് പുത്രനുണ്ടാകാൻ അവൻ കൽപ്പിച്ചാൽ മതി, പുത്രനുണ്ടാകും. പുത്രനുണ്ടാകുന്ന മോശപ്പെട്ട കാര്യമല്ലെന്ന് തെളിവാ. നമുക്കുണ്ടായ പുത്രനെ കുറിച്ച് നോക്കാം. അവനൊപ്പം പറയാൻ ഒരാളുമില്ലെന്ന് പറയത്തക്ക വിധത്തിൽ നിസ്തുല്യനായവനെ ഉലകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടാ ഇങ്ങനൊരു പുത്രനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് യോഹന്നാന്റെ 2-ാം ലേഖനത്തിൽ പറയുക, പുത്രനെ നിഷേധിക്കുന്നവന് പിതാവില്ല, പുത്രനെയും പിതാവിനെയും നിഷേധിക്കുന്നവൻ എതിർ ക്രിസ്തുവാകുന്നു. ഈ എതിർ ക്രിസ്തുവിന്റെ ആ രൂപരേഖ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്നിരിക്കുന്നു. കുഞ്ഞുങ്ങൾ സൂക്ഷിക്കണം, വചനം പഠിക്കണം. വേദാധ്യാപകർ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കണം. ത്രിയേക ദൈവത്വത്തെക്കുറിച്ച് സംശയം ചോദിച്ചരികിൽ വരും. ചില ചോദ്യത്തിനൊന്നും നിങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ പറയണം, ഞാൻ ബൈബിൾ പണ്ഡിതയല്ല, ഞാനിതൊന്നും ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളല്ല, പക്ഷെ ഒന്നെനിക്കറിയാം, ആ കുരുടൻ പറഞ്ഞതുപോലെ അവൻ എങ്ങനെ ഉള്ളവനെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അവൻ എന്നെ തൊട്ടു, അവൻ എന്നെ സുഖപ്പെടുത്തി, അവൻ എന്നെ അനുഗ്രഹിച്ചു. ആത്മനിറവുള്ള ഓരോ കുഞ്ഞുങ്ങളും ഇത്തരം സ്ഥലങ്ങളിൽ ചെന്നിട്ട് പറയണം, എനിക്ക് തൃത്വമോ യേശുവിൻ്റെ ദൈവത്വമോ ബൈബിളിലെ പാണ്ഡിത്യമോ ഒന്നും പറഞ്ഞറിയിക്കാൻ അറിയില്ല, പക്ഷെ ഞാനെന്നറിയുന്നു യഹോവ നല്ലവൻ എന്ന് ഞാൻ രുചിച്ചറിഞ്ഞവന്റെ തലമുറയാ. ഈ ദൈവത്തെ വിട്ട്, ഈ മാർഗം വിട്ട് നീ എന്ത് വാഗ്ദത്തം ചെയ്താലും ആ വഴി വരാൻ കഴിയാത്ത വിധത്തിൽ സ്നേഹത്തിന്റെ ചങ്ങലക്കെട്ടിൽ എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അത് വിട്ടുവരാൻ എനിക്ക് സാധിക്കില്ല. അത് ഉറപ്പോടെ പറയണം. സ്റ്റെതസ്കോപ്പും തോളിൽ തൂക്കി നൂറുകണക്കിന് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ പരിചരിക്കേണ്ട പല കുഞ്ഞുങ്ങളും വിശ്വാസം വിട്ട് പ്രത്യേക വേഷവിധാനങ്ങൾ ധരിച്ച് അഫ്ഗാന്റെ മണ്ണിലൂടെ അലയുന്നുണ്ട് മലയാളികൾ. അനേക ജയിലറുകൾ കിടപ്പുണ്ട് തിരിച്ചു വരാനാവാതെ. സ്നേഹം നടിച്ച് ഇത് കേവലം ഒരു പ്രണയത്തിൻ്റെ വിഷയമാണെന്ന് ലഘൂകരിച്ചു കാട്ടി നിങ്ങളെ അപകരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഒരു നിത്യതയെക്കുറിച്ചുള്ള വിചാരം വരട്ടെ. അതിപ്രഭാതത്തിൽ ഉണരുമ്പോൾ വാഴ്ത്തുക നീ മനമേ പാടി നിന്നെ ഉണർത്തിയ അപ്പനെയും അമ്മയെ ഓർമ്മ വരട്ടെ. അതിപ്രഭാതത്തിൽ മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നിതാ പാടുന്നു പാട്ടുകളെന്ന് പാടി നിന്നെ പഠിപ്പിച്ച് ഉദ്ബോധിപ്പിച്ച പട്ടിണി പാവം നിന്റെ അപ്പനെ ഒരു നിമിഷം ഓർക്കണം, അമ്മയെ ഒരു നിമിഷം ഓർക്കണം. ഉലകത്തിൽ കിട്ടിയ അപ്പൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ സമ്പാദ്യം അവർ തന്ന അവരുടെ വിയർപ്പ് വീണ ഈ പുസ്തകമാണെന്ന് വിശ്വസിക്കുന്ന തലമുറയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അത് വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറാൻ, അതിന് പകരം വെക്കാൻ ഒന്നും ഞാൻ ജീവിതത്തിൽ പ്രാപിച്ചിട്ടില്ല. മരണത്തിന്റെ മുമ്പിൽ അടിപതറാതെ യേശുവിനോട് നിൽക്കാനാ എനിക്ക് മനസ്സെന്നുറപ്പുള്ള കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി ആത്മസമർപ്പണം ചെയ്യട്ടെ. യേശുവിന് വേണ്ടി അവർ നിൽക്കാൻ തയ്യാറെടുക്കട്ടെ. അതിനു വേണ്ടിയായി കൺവെൻഷൻ. ഹല്ലേലൂയ. അപ്പൊ 4-ാം മുദ്ര ഞാൻ അധികം വിശദീകരിക്കുന്നില്ല, കാരണം അധികം വിശദീകരിക്കാതെ തന്നെ എനിക്കിട്ട് പണി കിട്ടുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കൊണ്ട് ഞങ്ങൾ പുറകോട്ട് പോകുന്നല്ല. നിനക്ക് ആള് മാറിപ്പോയി, നീ അഡ്രസ്സ് പഠിക്കണമല്ലാന്ന്, നമ്മുടെ വിലാസം പഠിക്കണമെന്ന്. ഇവിടെയുള്ള വിലാസമല്ല, അത് നാട്ടിലെ ലോക്കൽ വിലാസമാണ്. ആരാ നമ്മൾ സേവിക്കുന്നവെന്ന് മനസ്സിലാക്കണം. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല. ഈ ചങ്കുറപ്പിന്റെ പേരാ ക്രിസ്തീയ വിശ്വാസം. ഈ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ബലം ഈ രാത്രി ഓരോരുത്തരും വ്യാപരിക്കട്ടെ. അതൊരു മതഭക്തിയല്ല പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ യേശുവിനെ ആരാധിക്കാനുള്ള ആ സന്മനസ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. തീർച്ചയായിട്ടും എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്. അതിലെനിക്ക് ഭാരമൊന്നുമില്ല, എൻ്റെ വീട്ടിലും ആർക്കും ഭാരമില്ല. സാധാരണ വീടിങ്ങനെ ഒത്തു കിട്ടാൻ പാടാ, വിശേഷിച്ച് കുഞ്ഞുങ്ങൾ. നമ്മൾക്കങ്ങനെ നമ്മുടെ കുട്ടികൾക്കൊന്നും ഇത്തരത്തിൽ പേടി വരില്ല. കാരണം ഈ സിരകളിൽ ഓടുന്ന രക്തം ഭയത്തിൻ്റെ അല്ല. എൻ്റെ സിരയിൽ ഓടുന്ന രക്തം ഒത്തിരി പരിമിതികളുള്ളതാണെങ്കിലും ഞാൻ എന്നെ വീണ്ടെടുത്ത രക്തം നിഷ്കളങ്ക ദൈവ കുഞ്ഞാടിൻ്റെ രക്തം, ഒന്നിനും വഴിമാറാത്ത യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ്റെ ശബ്ദമാണ്. അങ്ങനൊന്നും പരാജയം വരില്ല. ഇനി ക്രിസ്തു നിമിത്തം പ്രാണൻ ഛേദിക്കേണ്ടി വന്നാൽ അത് ഭാഗ്യമല്ലേ? എന്നോടൊരാൾ ചോദിച്ചു, എങ്കിലും ഈ ചാകുമ്പോഴൊക്കെ ഒരു പേടിയും വരില്ല? നിങ്ങൾക്കും വരികയല്ല, പറയാം, ഞാൻ പറഞ്ഞുതരാം. നാളെ വലിയൊരു കഠിന വീട് വരുമ്പോൾ നമുക്ക് ആക്രമണം വന്നാൽ ഭയം വരുമോ എന്ന് വെച്ചാൽ ഇല്ല. അതിന് കാരണം പറയാം. ഈ കിരാതമായൊരു കൊല രീതിയാണ് കല്ലെറിഞ്ഞു കൊല്ലുക. കല്ലെറിഞ്ഞു കൊല്ലുന്ന രംഗം ഓർത്ത് തലക്കിട്ട് കണ്ണിനിട്ട് കാലിനിട്ട് കൊള്ളുക. തടയാൻ പോലും രക്ഷയില്ല, ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ വന്നാൽ
ഏറ് കിട്ടിയ ഒരാളാണ് സ്തെഫാനോസ്. അത് ഈ കല്ലെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഈ ഉണ്ടക്കല്ലുകളല്ല, നല്ല മാർബിൾ ചീളുകളാണ്. ഗൾഫിലൊക്കെ പോയവർക്കറിയത്തില്ല, അവിടെ ഇവിടുത്തെ കല്ലുമല്ലോ ആണോ, നല്ല ചീളുകൾ. ഈ കല്ല് വാരി എറിയുന്നത്, അത് മുറിവേക്കാം, ശരീരത്ത് കൊണ്ടിരിക്കാം, പറ്റിപ്പിടിച്ചിരിക്കാം. സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ വചനം പറയും, അവൻ്റെ മുഖം ദൈവദൂതനെ പോലെ പ്രകാശിച്ചു. വെറുതെ പ്രകാശിക്കുമോ? ആത്മനിർവ്വ വന്നപ്പോഴാണ് പ്രകാശിച്ച്. മുട്ടുകുത്തി വീണിട്ട് ഒന്നുകൂടെ പറഞ്ഞു, ഈ പാപം ഇവരുടെ മേൽ നിർത്തരുത്. ഇത് നമ്മൾ പ്രാർത്ഥിക്കും, നമുക്കാരോടും വൈരാഗ്യമൊന്നുമില്ല. ഈ പാപം ഇവരുടെ മേൽ നിർത്തരുത്. മുട്ടുകുത്തി. അപ്പോൾ 1-2 ഏറിന് വേദന ഉണ്ട്, സത്യ. വേദനയെ അതിജീവിക്കുന്നൊരു കാഴ്ച ആശാൻ ഉയരത്തിൽ കണ്ടു. ഏറിഞ്ഞോട്ട് വരുമ്പോൾ ഈ കൊതുക് കുത്തുന്ന പോലെ തോന്നിയുള്ളൂ. പിന്നെ പുള്ളി പറയാ, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രൻ പിതാവിൻ്റെ മഹിമയുടെ വലത്തുവശത്തിരിക്കുന്നതും ഞാൻ കാണുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളെന്ന് തീക്കകത്തിട്ടാലും തലവെട്ടിക്കളഞ്ഞാലും പരമസുഖമുള്ളൊരു യാത്രയാ ക്രിസ്ത്യ ജീവിതം. ഹല്ലേലൂയ. അണ്ടൊരു പഴയ പാട്ടുണ്ട്, പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ, പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ, ഒരു സ്തോത്രം പാടി ആശ്വസിപ്പ ശക്തി നൽകുന്ന, ഒരു സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന, കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന, നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ. നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്ത്യജീവിതം നമുക്ക് ആനന്ദനിർഭരമാണ്, സന്തോഷമാണ്. 4-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു കുതിര, പച്ച നിറം, അവനെ വിളിച്ചു തര ഒരു കഴുകൻ. കഴുകൻ അമേരിക്കയുടെ ചിഹ്ന പലാവർത്തി പറഞ്ഞു. ഓയിൽ ഉൽപ്പാദക രാജ്യങ്ങളുണ്ട്, നമുക്കറിയാലോ. ഈ രാജ്യങ്ങളുടെ എല്ലാം മേധാവിത്വം അമേരിക്കയ്ക്കാണ്. നിങ്ങൾക്കറിയോ? സൗദി അറേബ്യ, കുവൈറ്റ്, UAE, ഈ രാജ്യങ്ങളെല്ലാം കൺട്രോൾ എങ്ങനെ അമേരിക്കയുടെ കയ്യിൽ. എണ്ണക്കിണറുകൾ, അവിടെയുള്ള സയൻറ്റിസ്റ്റുകൾ, അവിടെയുള്ള സ്ഥാപനങ്ങൾ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സായിപ്പാണ്. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? പറയാം, ഒന്നുകൂടി പറയാം. സുവിശേഷ പ്രവർത്തകർക്കും ക്രൈസ്തവർക്കുമൊക്കെ ബൈബിൾ കൊണ്ട് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്ഥലമാണ് സൗദി അറേബ്യ. അവിടെയൊക്കെ ജോലികൾക്കറിയാം അല്ലേ? പ്രാർത്ഥനയ്ക്കാൻ വയ്യ. എൻ്റെ സ്നേഹിതൻ ബഹുമാനായ പാസ്റ്റർ രാജുപൂവക്കാലയുടെ അളിയൻ എന്നോടൊരു കാര്യം പറഞ്ഞു. ഈ പുസ്തകം കയ്യിലിരിക്കുന്നു എന്ന കുറ്റം ചുമത്തി സൗദി അറേബ്യയിൽ വെച്ച് പിടിച്ചു. നമ്മൾ തന്നെ കത്തിച്ച് കളയാൻ പറഞ്ഞു. സാധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. 4x4 ജയിൽ, 4 അടി നീളം, 4 അടി വീതി, 4 അടി ഉയരമുള്ള ജയിലിൽ അദ്ദേഹത്തെ കിട്ടു. നീ വരാൻ വയ്യ, കിടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ. ആ രംഗോർത്തി 110 ദിവസത്തിലധികം കിടന്നു. അദ്ദേഹം പറഞ്ഞു, പക്ഷേ അവിടെ തന്നെ കിടന്നില്ല, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽപ്പിക്കും. വലിയ ഉത്സാഹമാണ്. അങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങാം, ചാട്ടയ്ക്ക് അടിക്കാനാണ്. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അടിയോടങ്ങ് പൊരുത്തപ്പെട്ടു. അതൊരു ഉത്സാഹമായി, അങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങാം. ഇന്നെന്തൊക്കെ UK-യിലാണ്. എന്നെ വിളിച്ചു, എൻ്റെ ബ്രദറെ, നാളെ സൗദി അറേബ്യ പോകാൻ വിസ കിട്ടിയാലും ഞാൻ പോകും, യേശുവിനെ പ്രസംഗിക്കും. കാരണം ഈ ജയിലിൽ കിടന്ന് ഞാൻ അനുഭവിച്ചൊരു സന്തോഷം, കാത്തിരിപ്യോഗത്തിൽ കിട്ടാത്ത സന്തോഷമേ. എനിക്ക് അവിടെ കിടന്ന് എൻ്റെ കർത്താവ് കൂടെ വരുന്ന ഞാനങ്ങ് അനുഭവിക്കില്ലേ. അനുഭവിക്കുന്നവരൊക്കെ എൻ്റെ സുഖം അറിയൂ.
ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ വച്ച് അവളോട് ഹൃദ്യമായി സംസാരിക്കും. സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ ചുട്ടുപഴുത്ത മരുഭൂമിയിൽ ഭക്തനോട് ഇടപെടുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ ആ ജയിലറയ്ക്കുള്ളിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമാണ് ഭക്തൻ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഈ അവസ്ഥയൊന്നും ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ പര്യാപ്തമല്ല. അമേരിക്ക കീഴടക്കി വച്ചിരിക്കുന്നു പറഞ്ഞപ്പോൾ വിശ്വാസം വരുന്നില്ല. സൗദി അറേബ്യയിൽ സ്വാതന്ത്ര്യമില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞത് പൂർണ്ണമായി വിശ്വസിക്കാൻ വരട്ടെ. അവിടെ ഇന്നും ബുർക്ക ധരിക്കാത്ത, ഗൗണൊന്നും ധരിക്കാത്ത, കുഞ്ഞുടുപ്പിട്ട് യാത്ര ചെയ്യുന്നവരുണ്ട്. നല്ല കുരിശി വെച്ച പള്ളിയുണ്ട്, മൈക്കിൽ കൂടെ പ്രസംഗമുണ്ട്. ഒരറബിയും ചിമുങ്ങല്ല. നമ്മുടെ എല്ലാ സായിപ്പിൻ്റെ പിടികിട്ടിയോ? തോടണം കളിയറിയ സ്ഥിതി അങ്ങ് മാറും. ഞാനത്തോട് ചോദിച്ചാൽ ഇത്ര തൻ്റെ ഉണ്ട്, അതുകൂടെ ഒന്ന് പൊളിക്കുന്നേ. അങ്ങോട്ട് എറിയിട്ട് പറ്റുമോ? പറ്റില്ല. അതുവഴി മദാമ കുഞ്ഞുടുപ്പൊക്കെ ഇട്ടാണ് പോകുന്നത്. സായിപ്പ് ട്രൗസർ ഇട്ട് തന്നെയാണ് പോകുന്നത്. പള്ളിയിൽ കുരിശും വെച്ചിട്ടുണ്ട്, ബൈബിളും ഉണ്ട്. പിന്നെ ആർക്കെതിരെ നിയമം? അതെപ്പോഴും ദുർബലൻ്റെ മണ്ടയിൽ അടിക്കാനുള്ള നിയമം ശരിയല്ലേ? പോലീസ് കൈ കാണിക്കുന്ന തന്നെ ആളെന്തരം നോക്കിയല്ലേ അല്ലേ? അപ്പോൾ അങ്ങനെ അത് ലോകത്തിൻ്റെ ഒരു അലിഖിത നിയമമാണ്. അങ്ങനെ അതിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ലേ? കാലഹരണപ്പെട്ടൊരു വണ്ടിയും കൊണ്ടാണ് പോലീസ് വന്ന് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് തിരക്കുന്നത്. മനസ്സിലാക്കിക്കോണം. ഞാനിവരുടെ ഈ പോക്ക് കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവം ഇവർക്കൊരു അപകടവും പറ്റരുതേ. അതുകൊണ്ട് വന്നിട്ടാണ് നമ്മുടെ ലൈഫിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത്. ഓർത്ത് നോക്കണം. ഈ ഇടയ്ക്ക് ഒരു പോലീസ് എന്നെ പിടിച്ചു. ഞാൻ തെറ്റിയതല്ല, കാരണം സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. എന്നെ പുള്ളി ഒത്തിരി നേരം ക്ലാസ് എടുത്തു. ഞാൻ പൈസ ഒക്കെ അടച്ചു. ഞാൻ ചോദിച്ചു, സാർ ഈ ക്യാപ്പ് വെക്കണം നിയമമില്ലേ? സാറിൻ്റെ പൈസ ഇവിടെ തരാം. സാറ് നിയമം ലംഘിച്ചു. ഇതാ പിടിച്ചു. ഇവിടെ എല്ലാവരും നിയമം പാലിക്കണം. പിടിച്ചോളാൻ പറഞ്ഞു. ഞാൻ ക്യാപ്പ് വെപ്പിച്ചിട്ടാണ് പിന്നെ വിട്ടവിടുന്നു. ഇത് വെക്കാൻ പറഞ്ഞു ആദ്യം. നിങ്ങളിത് വെക്കണം, റൂള് നമുക്കെല്ലാം ഒരുപോലെ വെക്കാൻ പറഞ്ഞു. ഞാൻ തന്നെയല്ല. അപ്പോൾ കുറേ പിള്ളേരെല്ലാം അവിടെ കൂടി സാറ് ക്യാപ്പ് വെക്കാൻ പറഞ്ഞു. നിങ്ങളൊന്നും ഇങ്ങനെ ചെയ്ത് കളയരുത്. ഇതിൽ പ്രത്യേക വികാരത്തിൽ ചെയ്തു പോയതാണ്. ആകെ 1500 രൂപയുള്ളൂ കയ്യിൽ. അതേലും മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ പറ്റിയൊരു പ്രശ്നമായത്. പാല് മേടിക്കാൻ പോയ വഴിയാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മളെപ്പോലൊരാളായതുകൊണ്ട് പുള്ളിയൊന്നും ചെയ്തില്ല. എങ്ങനെ ശപിച്ചില്ല. അങ്ങനെയാണ് ഈ എത്ര ആളുകളുടെ ശാപം ഈ മനുഷ്യന്, ഈ പാവം മനുഷ്യന് കിട്ടിക്കാണും. പോട്ടെ, അത് വിട്. അപ്പോൾ വിടാം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പോലീസുകാരെങ്കിലും ഉണ്ടെങ്കിൽ കൈകാര്യം ചെയ്യരുത്. പോട്ടെ, ക്ഷമിക്കുകയും ചെയ്തേക്ക്, വിട്ടേക്ക്. ആ വിഷയം വിടും. അങ്ങനെ ഞങ്ങൾ ഈ ഉദാഹരണമൊക്കെ ഉഗാണ്ടയിലേ പറയുന്നത്, നിങ്ങളെ പറയാതിരിക്കാൻ വേണ്ടിയാണ് ദൂരത്തെ ഉദാഹരണം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വന്ന് നിർത്താം. ഈ പച്ചക്കുതിര ഭീകരമാണ്. ഈ പച്ച ഭീകരതയല്ലാതെ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒന്നാമത് വിദ്യാഭ്യാസം ഉണ്ടായില്ല, അറിവില്ലാത്തൊരു പശ്ചാത്തലത്തിലൂടെ വന്നേ, നിരക്ഷരത. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഈ രാജ്യങ്ങളുടെ ഭീകരത തിരിച്ചറിഞ്ഞ് ഈ രാജ്യങ്ങളെ അടിച്ചമർത്തി ഒതുക്കിയത് അമേരിക്കയാണ്. കുവൈറ്റിനെ, അതുപോലെ സൗദി അറേബ്യയെ, UAE കൺട്രോൾ ചെയ്തു. ഇങ്ങനെ അടിച്ചൊതുക്കി പച്ചയുടെ വീര്യം കെടുത്തിയത് അമേരിക്കയാണ്. ഭീകരതയ്ക്കെതിരെ വീര്യം കെടുത്തിയത് അമേരിക്ക അല്ലേ? അങ്ങനെ പച്ച വിളറി മഞ്ഞ പോലായി. പിടികിട്ടിയോ? പക്ഷേ സന്തോഷിക്കാൻ വരട്ടെ. ഈ അടിച്ചൊതുക്കി വച്ചിരിക്കുന്ന ഏത് അച്ചടക്കവും അല്പം കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കും. ശരിയാണോ? അതിൻ്റെ തെളിവായി സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, LKGയുടെ പിള്ളേരെ, UKG 1ാം ക്ലാസ്സുകാരെയൊക്കെ അനങ്ങരുത്, മിണ്ടരുത്, ചിരിക്കരുത്, കരയരുത്, ഇങ്ങനെ പറഞ്ഞ് ആ ക്ലാസ്സിൽ ഇരുന്ന പാവങ്ങൾ ഇങ്ങനെ ഇരിക്കുക. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ട്, എല്ലാ സ്കൂളിലും ഏറ്റവും അച്ചടക്കമുള്ള സ്കൂളെന്ന് ബോർഡ് എഴുതി വെച്ചാലും ഒരു കാര്യം ശ്രദ്ധിക്കണം. ലാസ്റ്റ് ഒരു കൂട്ടവല്ലുണ്ട്. ഈ കൂട്ടവല്ലടിക്കുമ്പോൾ നിങ്ങൾ കൂവിക്കൊണ്ടാണ് എഴുന്നേക്കുന്നത്. അവർ കൂവിയത് ആരെയാ? ടീച്ചറിനെ, മാതാപിതാക്കളെ, വിദ്യാഭ്യാസ വകുപ്പിനെ, ശിവൻകുട്ടി മന്ത്രിയെ, എല്ലാവരെയും കൂടെ കൂട്ടി ഒരു കൂവിച്ച പഴയ മന്ത്രിയെ. അതിൻ്റെ സകല വൈരാഗ്യം തീർത്ത ആ കൊച്ചു കൂവിക്കൊണ്ടൊരോട്ടം. ആണും പെണ്ണും ഒന്നും ഈ കാര്യത്തിൽ വ്യത്യാസമില്ല. അതിൻ്റെ മുഴുവൻ പ്രതിഷേധവും ആ കൂവിച്ചയിലുണ്ട്. ആ സ്കൂളേ തീർന്ന്. അതാണ് ഇത് അടിച്ചൊതുക്കി വെച്ച സകല അച്ചടക്കവും ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അത് പൊട്ടിത്തെറിക്കും. പിടികിട്ടിയ
അല്ലോ, ഞാൻ ഇന്നും പകലൊരു വീഡിയോ ചെയ്തിട്ടപ്പോൾ പറഞ്ഞു, ഇത്തരം കക്ഷികൾക്ക് പോലീസിനെ പേടിയില്ല, പട്ടാളത്തെ പേടിയില്ല, തൂക്കുമരത്തെ പേടിയില്ല, നിയമത്തെ പേടിയില്ല, രാജ്യ നിയമങ്ങളെ പേടിയില്ല, ആയുധത്തെ പേടിയില്ല, കത്തിയെ കടാരെ ബോംബിനെ പേടിയില്ല, പൊട്ടിത്തെറിക്കണം, ഇതാ അവരുടെ ആഗ്രഹം. പേടിയുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ഒറ്റ കാര്യം. ഇവർ പേടിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, അത് ഞങ്ങളുടെ കീശയിൽ ധാരാളമുണ്ട്, പൈസയില്ല. അവർ പേടിക്കുന്ന ഒരൊറ്റ കാര്യം ആശയമാണ്. ആശയയുദ്ധത്തിൽ വേണ്ട കരുത്ത് നിനക്കില്ല, നീ തലകുത്തിന്ന് കിട്ടത്തുമില്ല. അത് ഞങ്ങളുടെ കയ്യിൽ വേണ്ടുവോളമുണ്ട്. അത് ഈ പുസ്തകം തന്നാൽ ഞങ്ങൾക്ക് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്വം, മനുഷ്യത്വം, നിത്യത, ന്യായവിധി, വീണ്ടും വരവ്, ചുരുക്കത്തിൽ മനുഷ്യരാശിയെ സംബന്ധിച്ചുള്ള ഏറ്റവും മഹത്തരമായ സമാധാനപൂർണമായ ഒരു ലോകത്തിന്റെ സിദ്ധാന്തം ഉലകത്തിന് കൊടുക്കാൻ ആവോളം ഈ ആവനാഴിയിലുണ്ട്. അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഈ ശക്തിക്ക് കഴിയില്ല. അതിന് പകരമാ ഈ വാളെടുക്കുന്നത്, ആയുധം എടുക്കുന്നത്. ഇവൻ ഭൂമിയുടെ കാലംശത്തെ തീർക്കുന്നു. കണ്ടല്ലോ, കാലംശത്തെ. ഞങ്ങൾ നോക്കിയിരുന്നു, ഒരു 10 കൊല്ലത്തിനുള്ളിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന അബദ്ധം, അഭയാർത്ഥികളുടെ രൂപത്തിൽ അവിടെ ചെന്നുപെട്ടവരിലൂടെ സംഭവിക്കാൻ പോകുന്ന പരാജയം നിങ്ങൾ കണ്ടോണം. ഒന്ന് കുറിച്ചിട്ടോ. 10 വർഷം മുമ്പ് IM-ൽ പറഞ്ഞ ക്ലാസ് എഴുതിയെടുത്തവരുണ്ട്, റെക്കോർഡ് ചെയ്തവരുണ്ട്, യൂട്യൂബിലുണ്ട്, കണ്ടാൽ മതി. അവിടെ നിൽക്കട്ടെ. വേറൊരു കാര്യം അതിലും വലുത്, ശേഷം മനുഷ്യർക്ക്, അവർ കൊല്ലാതെ വിട്ട ആളുകൾക്ക് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് ദോഷം വന്നു. ഇത് ഞാൻ പറഞ്ഞ, ഞാനന്ന് കാട്ടുമൃഗം എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര അംഗീകരിക്കാൻ പാടായിരുന്നു. കാട്ടുമൃഗം വേണ്ട, നമ്മുടെ നാടൻ പട്ടി മുതൽ കാണിക്കുന്ന പ്രപഞ്ചം കണ്ടോ. പക്ഷേ കപ്പ ഞങ്ങളുടെ ഇവിടെ ഒരു പൊതുയോഗം വിളിച്ചു. പട്ടികൾ, കാട്ടുപന്നി, മറ്റ് ജീവജാലങ്ങളെല്ലാം കൃഷി നശിപ്പിക്കുന്നു, പട്ടികൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നു, അകപ്പാടെ പ്രശ്നം. അന്ന് ഞങ്ങളുടെ MLA PC ജോർജാണ്. അവിടെ ഒരു സമാധാന ചർച്ചയ്ക്കകത്ത് പറഞ്ഞു, ഫോറസ്റ്റിലെ ആളുകൾ വന്നിട്ടുണ്ട്, അവരുടെ പ്രതിനിധി എഴുന്നേറ്റ് ക്ലാസ് വല്ല എടുത്തു കഴിഞ്ഞു. പറഞ്ഞു, മനേകാ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ബാവ ആംഡെ പറഞ്ഞിട്ടുണ്ട്, ഏതാണ്ടെല്ലാം ചരിത്രം പറഞ്ഞിട്ട് പറഞ്ഞു, പന്നിയെ കൊല്ലരുത്, പട്ടിയെ കൊല്ലരുത്. PC ജോർജ് മറുപടി കഴിഞ്ഞിട്ട് പറഞ്ഞു, പട്ടിയെ കൊല്ലുന്നില്ല, ഇതിനെല്ലാം തീവണ്ടിയെ കയറ്റി മനേകാ ഗാന്ധിയുടെ വീട്ടിലേക്ക് വിട്ടേക്കാം, അവരുകൊണ്ട് വളർത്തട്ടെന്ന്. അവിടെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു, എല്ലാ വീട്ടിലും ആവശ്യത്തിന് നാരങ്ങ മേടിച്ച് വെച്ചേക്കണം, ചെറുനാരങ്ങ. എന്തിനാ? പന്നി എറിയാൻ, കല്ലിനെറിഞ്ഞാൽ അതിന് ക്ഷീണം വരും, നാരങ്ങ കൊണ്ടെറിഞ്ഞാൽ അതിന് വേറെ ദോഷമില്ല, അതങ്ങ് പൊക്കോളും. പാവപ്പെട്ട നമ്മൾ 1 കിലോ നാരങ്ങ മേടിക്കാൻ ചെന്നേ 200 രൂപ എങ്ങണ്ട വില. മനസ്സിലായില്ലേ? പന്നിയുടെ വില നമുക്കില്ലെന്ന്. ഞാൻ ആറളം ഫാമിൻ്റെ അടുത്തായിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക് കൺവെൻഷൻ, നമ്മുടെ കണ്ണൂർ. അവിടെ ചെന്നപ്പോൾ അവിടെ കേട്ട കാര്യം രസകരാ. കുറേ ഉദ്യോഗസ്ഥരെ എല്ലാം കൂടെ തടഞ്ഞു വെച്ചിരിക്കുക ആൾക്കാർ, വനം വകുപ്പ് പാവങ്ങൾ. അവരെ തടഞ്ഞിട്ട് അവരിലൊരാൾ പറഞ്ഞത്, സാറേ നിങ്ങളെ രക്ഷിക്കുന്നതല്ല ഞങ്ങളുടെ ജോലി, പന്നിയെ രക്ഷിക്കുന്ന. നിങ്ങളെ രക്ഷിക്കേണ്ട പോലീസ് അങ്ങോട്ടില്ല. ഞങ്ങൾ പന്നിയെ, പട്ടിയെ, കാക്കയൊക്കെ രക്ഷിക്കാൻ വേണ്ടി വനം. മനസ്സിലായില്ലേ? അവരെ തടഞ്ഞിട്ട് കാര്യമില്ല, ആര് തടഞ്ഞാലും രക്ഷയില്ല. മനസ്സിലായോ? നമ്മുടെ സർക്കാർ പട്ടിക്ക് ആഹാരം കൊടുത്ത് കണ്ടോ? അന്നേരം ഒരാൾ പ്രസംഗിച്ച് പട്ടിക്ക് ആഹാരം കൊടുത്ത് കാര്യം പറയാം, പട്ടിക്ക് ഓട്ടുണ്ടോയെന്നോർത്തല്ല ഞങ്ങളിത് ചെയ്തതെന്ന്. ഇലക്ഷൻ വരുന്നു, പട്ടിക്ക് ഓട്ടുണ്ടോയെന്നോർത്തല്ല അതിന് ആഹാരം കൊടുത്തത്, പിന്നെ അതിന് പ്രാണനുണ്ടല്ലോ എന്നോർത്താ. പക്ഷേ കാര്യം എന്താണെന്നറിയണ്ടേ? ഈ മൃഗജാലങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത് വെറുതെ അല്ല. ഈ പുസ്തകം പറയാ, ശേഷം മനുഷ്യർക്ക് വന്യജീവികളെ കൊണ്ട് മരണം വന്നു. എവിടെ പോകുന്ന കാലം ഈ അസ്വസ്ഥത പുകയുന്ന സ്ഥിതിവിശേഷം കാണുമ്പോൾ ഭക്തൻ അകക്കണ്ണ് ജ്വലിപ്പിച്ചൊന്ന് നോക്കണം. ഉയരത്തിലേക്ക് ഒരു കാഴ്ച കാണാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ചില പ്രാർത്ഥിക്കുമ്പോൾ തെറ്റിച്ച് പറയാറുണ്ട്, സഹായം വരുന്ന പർവ്വതം. അങ്ങനൊരു പർവ്വതം ഇല്ല. സഹായം വരുന്ന പർവ്വതം എന്നൊരു പർവ്വതം ഉണ്ടോ? എനിക്ക് സഹായം പർവ്വതത്തിൽ നിന്നല്ല, ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. അന്നാളിൽ ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അവൻ്റെ വരവിന് വേണ്ടി ലോകമൊരുങ്ങുന്നു.
4 ജീവികളും 4 കുതിരകളും തമ്മിലുള്ള ഈ സമന്വയത്തിൽ ഒരു കാഴ്ച കാണാം. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഉടലെടുക്കാനിടയുള്ള ഒരു സംശയമുണ്ട്. ഈ 4 ജീവികൾ സ്വർഗീയ ജീവികളാണ്. അവയെങ്ങനെ റഷ്യയെ, അവയെങ്ങനെ അമേരിക്കയെ, അവയെങ്ങനെ മൂന്നാം ലോകത്തെ, അവയെങ്ങനെ പച്ച വിരിച്ച അറേബ്യൻ രാജ്യങ്ങളെ പ്രതികരിക്കും എന്ന് ചോദിക്കാം. പറയാം, ഭൂമിയിൽ നടക്കുന്ന ഏതിടപാടിലും അത്യുന്നതൻ്റെ കൺട്രോളുണ്ട്. അവൻ ഇഷ്ടമുള്ളവർക്ക് രാജ്യത്ത് നൽകുന്നു. തീർച്ചയായും വരാനിരിക്കുന്ന ലോകാധിപതി, ഏകാധിപതിയായവൻ്റെ ഉദയത്തിന് ലോകം ഇങ്ങനെ ഒരുങ്ങുമ്പോൾ അതിൻ്റെ മറുവശത്ത് നിന്ന് മറ്റൊരു ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കാം. ഇതാ ഞാൻ വേഗം വരുന്നു. അവന് വേണ്ടി ഒരുങ്ങാത്ത ഒരാളെങ്കിലും ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്നെങ്കിൽ ഒരുങ്ങണം. അവർ യേശുവിനെ പ്രസംഗിക്കണം. അവർ യേശുവിൻ്റെ അനുഗാമികളായി തീരണം. ഒരു കാര്യം ഉറപ്പിച്ച് ഈ രാത്രി ഇവിടം വിട്ട് ഏതൊരാളും പോകാവൂ. അപകട സൂചനകൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നു. പ്രത്യാശക്കൊട്ടും കുറവ് വരണ്ട. അപകട സൂചനകൾക്കപ്പുറത്ത് നിങ്ങളുടെ നാവ് യേശുവിന് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിനു വേണ്ടി അതിൻ്റെ പ്രകാശനം അത് പൂർണ്ണമായിക്കൊണ്ടിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോസ് പാസ്റ്റർ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഒപ്പം നടന്ന ഒരു എളിയ സഹോദരനാണ് ഞാൻ. തനിക്കുള്ള മക്കൾ യേശുവിനെ അറിയുന്നവരായി സുവിശേഷ ഘോഷണത്തിൻ്റെ വഴിയിൽ വരാൻ, അവർ യേശുവിനെ അനുഗമിക്കുന്നവരായി വരാൻ അന്നേ പ്രാർത്ഥിച്ചിരുന്നു, യേശുവിൻ്റെ സാക്ഷിയായി മാറാൻ. ഇതാ ആ കുഞ്ഞുങ്ങളിലൂടെ ദൈവം ജോലിസ്ഥലത്താണെങ്കിലും യേശുവിന് വേണ്ടി നിൽക്കാൻ അവസരം കൊടുത്തെങ്കിൽ അവർക്ക് ഭൗതിക നന്മയ്ക്ക് കുറവില്ല. അവരുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട വഴിത്താരയിൽ സുവിശേഷം അറിയിച്ചു പോയത് ഒരു നഷ്ടമായില്ല എന്ന് ആ വാക്കിലൂടെ തന്നെ കേൾക്കാനിടയായെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളും അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളുടെ നാവിലൂടെ യേശുവിൻ്റെ നാമം ഉയരണം. ഞാൻ ഇന്ന് രാത്രി വിശ്വാസത്താൽ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ചില വ്യത്യസ്ത അനുഗ്രഹങ്ങളെ കാണുന്നു. അത് കൃത്യമാണ് പറയുന്നത്. ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കിവിടെ വന്ന് പ്രസംഗിക്കാൻ അവസരമുണ്ടെങ്കിൽ ഇവിടെ സ്റ്റെതസ്കോപ്പ് കാതിൽ തൂക്കിയ കുഞ്ഞുങ്ങളെ കാണണം, IAS കാണണം, IPS കാണണം, ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ കാണണം, സയൻറ്റിസ്റ്റുകളെ കാണണം. ആഗ്രഹമുണ്ടോ? എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകട്ടെ. സ്തോത്രം. ഈ ഫ്രണ്ട് നിരയിലൊക്കെ അങ്ങനെ കുഞ്ഞുങ്ങളിരിപ്പുണ്ട്, പിന്നിലൊക്കെ കുഞ്ഞുങ്ങളിരിപ്പുണ്ട്. ആഗ്രഹവും പ്രാർത്ഥനയും മതി. പഠിക്കേണ്ടെന്നാണോ? അന്നേരം ഈ പ്രചോദനമൊക്കെ ഇനി വന്നോളൂ എന്നേ. അപ്പോൾ നമുക്ക് തന്നെ എൻ്റെ കൊച്ചിന് ബുദ്ധിയില്ല, വിവരമില്ല, അറിവില്ല, കോമ്പറ്റീഷന് പോരാ, വേണ്ടെന്നേ. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാം. അതിനു വേണ്ടി ഈ ഡേറ്റ് അങ്ങ് കുറിച്ചിട്ടോ പ്രാർത്ഥിക്കാൻ പോവാ. സ്തോത്രം. നമ്മളിവിടെ വന്നത് നമ്മുടെ ബുദ്ധിയിലല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സമ്മതിക്കുക ഒരു കാര്യം, ഞാൻ പൊട്ടനാണ് കർത്താവേ, അറിവില്ല കർത്താവേ, സമ്പത്തില്ല കർത്താവേ, ഒന്നിനും കഴിവില്ല കർത്താവേ. പക്ഷെ വിഷമിക്കണ്ട, ഞാൻ സേവിക്കുന്നവന് ഇതൊക്കെ ഉണ്ട്. മക്കളെ വീശില്ല എന്നല്ല പറയേണ്ടത്, പപ്പാടയിലില്ല, പക്ഷെ സേവിക്കുന്ന കർത്താവിൻ്റെ മക്കൾ സകലതും ഉണ്ട്. നല്ല കലാലയത്തിൽ വിടാൻ എനിക്ക് ആസ്തിയില്ലെന്നല്ല പറയേണ്ടത്, ഞാൻ സേവിക്കുന്നവനിലുണ്ട്. പക്ഷെ നീ വിശ്വസിക്കണം, നീ പ്രാർത്ഥിക്കണം, ദൈവത്തിനായി നിൽക്കണം. യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന പ്രിയപ്പെട്ട കുഞ്ഞെ, നിങ്ങൾക്കൊരു ചോദ്യം വരാം, എന്തിനാ ഇതൊക്കെ വേണം? ഇതൊക്കെ വേണം, ഇതൊക്കെ വേണം. ഇത് മാത്രം പോരാ. അടുത്തോട് അങ്കിള് പറയാം മക്കളെ, ഞാൻ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പറയുന്നുട്ടോ. സ്റ്റെതസ്കോപ്പ് തൂക്കിയാൽ മാത്രം പോരാ. ആ നാവ് കൊണ്ട് യേശുവിനെ പ്രസംഗിക്കണം. അവധി ദിവസങ്ങളെടുത്ത് സുവിശേഷം പ്രസംഗിക്കാൻ പോകണം. ഗ്രാമങ്ങളിൽ പോകണം. കൈകൂലി വാങ്ങാൻ പാടില്ല. രാജ്യത്തെ സ്നേഹിക്കണം, മനുഷ്യരെ സ്നേഹിക്കണം. നമുക്കിടയിൽ എഴുന്നേൽക്കട്ടെ ഫാദർ ഡാമിയനെ പോലെയുള്ള സേവകന്മാർ എഴുന്നേൽക്കട്ടെ. നമുക്കെഴുന്നേറ്റ മദർ തെരേസയെ പോലെയുള്ള ജനസ്നേഹികൾ എഴുന്നേൽക്കട്ടെ. സ്തോത്രം. ഇനി അതാ കാലം, അതാ സുവിശേഷ ഘോഷണത്തിന്റെ ഇനിയുള്ള കാലത്തെ സ്റ്റൈൽ. നമ്മൾ മുട്ടുമടക്കില്ല, എതിർപ്പുകളുടെ മുമ്പിൽ കീഴടങ്ങില്ല. ലോകത്തെ യേശുവിന് വേണ്ടി പ്രസംഗിക്കാൻ നൂതന വിദ്യകൾ അത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഈ പടപ്പുറപ്പാടിന് മുമ്പ് ഒരു പുതുതലമുറയെ കാട്ടിക്കൊണ്ട് വിശ്വാസത്താൽ ഞങ്ങൾ പറയുന്നു, ഒരു പുതുതലമുറ രൂപം പ്രാപിച്ചു വരുന്നു, അവർ ശക്തിപ്പെട്ടു വരുന്നു. യേശുവിനെ ഘോഷിക്കാൻ, യേശുവിന് വേണ്ടി നിൽക്കാൻ ആ താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട് ഇന്ന് രാത്രി? ലജ്ജിക്കൊന്നും വേണ്ട, ലജ്ജിക്കേണ്ട മക്കളെ. സ്തോത്രം. യേശു നിങ്ങളെ തൊടുക. ഉന്നതങ്ങളിൽ നിങ്ങളെ ലോകം അവിടെ വരകിട്ട് ഒതുക്കാൻ ശ്രമിച്ചോ, അതിൻ്റെ അപ്പുറത്തേക്ക് അവൻ്റെ വരവിന് മുമ്പ് കരുത്തരായി ഉന്മേഷവാനായി അങ്ങനെ നിൽക്കാൻ താല്പര്യമുള്ള എത്ര കുഞ്ഞുങ്ങളുണ്ട്? ഉറപ്പിച്ചിട്ടേ ഞങ്ങൾ ഇന്ന് നിർത്തുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഹൃദയത്തിൽ തട്ടി സംസാരിക്കുന്നത് ഈ ദിനങ്ങളിലെ പല ശുശ്രൂഷകളിൽ അങ്ങനെ തന്നെ നിർവഹിച്ചു വരിക. അതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്.
മാതാപിതാക്കളൊന്നും വിഷമിക്കേണ്ട മക്കളെ ഓർത്ത്. ചെറിയ വെറിയന്മാരും കുസൃതിക്കാരും ഒക്കെ കാണുന്നേ, നമ്മൾ നേരെയാക്കാൻ പോവാ. വിശ്വാസമുണ്ടോ? സ്തോത്രം. ആ കുസൃതിയൊക്കെ യേശുവിന് വേണ്ടി ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുമ്പോൾ മാറത്തക്ക വിധം ദൈവം അവരെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. ജോലി കിട്ടുന്ന, ശമ്പളം കിട്ടുന്ന കുഞ്ഞുങ്ങളായിട്ട് മാത്രമല്ല, ശമ്പളത്തിൽ എന്താണ് ഈ തൃപ്തി? അതിലൊക്കെ അപ്പുറത്തല്ലേ. ശമ്പളമില്ലാത്ത കാലത്തും വാരിക്കഴിച്ച ഒരു പിടി വറ്റിൽ സംതൃപ്തി കണ്ടെത്തിയവരല്ലേ നമ്മൾ. ഹല്ലേലൂയ. എല്ലാവർക്കും വെച്ചു വിളമ്പിയ ശേഷം തൻ്റെ വയറ് നിറയ്ക്കാൻ ഭാരപ്പെടുന്ന അമ്മയെ കണ്ടിട്ട് കണ്ണീരൊഴുക്കി അമ്മയുടെ തൃപ്തി നമ്മുടെ തൃപ്തിയായിട്ട് ഏറ്റെടുത്തവരല്ലേ നമ്മൾ. എൻ്റെ ശമ്പളത്തിലല്ല തൃപ്തി. നമുക്ക് സേവനം ചെയ്യണം. ക്രിസ്തുവിന് വേണ്ടിയും മനുഷ്യന് വേണ്ടിയും സേവനം ചെയ്യണം. സമർപ്പണം ചെയ്ത ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ, സമർപ്പണം ചെയ്ത ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ. സ്തോത്രം. നല്ല കുടുംബബന്ധമോ നല്ല കല്യാണമോ എന്ന് പറഞ്ഞ് കോടീശ്വരൻ്റെ വീട്ടിലേക്ക് അയക്കാനല്ല, കോടീശ്വരിയെ കല്യാണം കഴിക്കാനുമല്ല. ദൈവകൃപയുള്ള, കരുത്തുള്ള, വിദ്യാഭ്യാസമുള്ള അത്തരത്തിലുള്ള ഒരു ദർശനം കൂടി വരട്ടെ. പ്രവചനപരമുള്ള കുട്ടികളെ, ആത്മനിറവുള്ള കുട്ടികളെ, വെളിപ്പാടുള്ള കുട്ടികളെ, അപ്പം തന്നെ ജോലി ചെയ്യുന്നവരെ, വ്യത്യസ്ത മേഖലകളിൽ പണിയെടുക്കുന്നവരെ, വിശ്വാസത്താൽ വേണ്ട മാതാപിതാക്കളും തയ്യാറാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ വരവെടുത്തു. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം കൂടി. അപ്പോൾ യേശു കർത്താവ് വന്നാലോ വരട്ടെ, അതിൻ്റെ കാരണം പറയാം. ആ ഉദാഹരണം പറഞ്ഞ് നമുക്ക് നിർത്തിയേക്കാം. നമ്മൾ ഈ ബാല്യത്തിൽ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാത്തൊരു കളി ബാല്യത്തിലുണ്ടായിരുന്നു. ചിരട്ടയ്ക്കകത്ത് മണ്ണുമൊക്കെ നിറച്ചുള്ള ഒരു കളിയില്ലേ പണ്ടത്തെ, പുതിയ പിള്ളേർക്കറിയില്ല. അതെല്ലാം ഈ ഗെയിമേൽ കുഞ്ഞുങ്ങൾ സമയം കളയല്ലേ. നമ്മൾ ഈ ചിരട്ടയ്ക്കകത്ത് മണ്ണുമൊക്കെ വെച്ച് പെൺപിള്ളേരായി ആ മണ്ണുമൊക്കെ ഉടയ്ക്കുന്നത്. എൻ്റെ വീട്ടിലെ ഒരു പെങ്ങളുടെ മോളും ചേട്ടൻ്റെ മോളും കൂടി ഇരുന്ന് ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് കളിക്കുമ്പോൾ അവിടെ ഫോണാണെന്ന് ഒരു കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഫോൺ വിളിച്ച് അടുത്ത ആളോട് ചോദിക്കുക, എന്താ കറിയെന്നെല്ലാം ചോദിച്ചിട്ട് ചോദിച്ചു, അരക്കുകയാണോ? അപ്പോൾ അടുത്ത ആൾക്ക് എങ്ങനെയാണ് കണ്ടതെന്ന്. നഗലങ്ങളിലാണല്ലോ ഈ സംഭവം. ഇതെങ്ങനെയാ കണ്ടതെന്ന് ഇപ്പോഴും അത് ഓർത്തിട്ട് ചിരി വരിക. അപ്പോൾ അവൾ നേഴ്സൊക്കെ ആയി. ചുരുക്കി പറഞ്ഞാൽ അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ആ കളിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നിങ്ങളത് തട്ടിക്കളയാൻ നോക്കിയേ പറ്റുമോ? തട്ടിക്കളഞ്ഞാൽ അവർ കേസെടുക്കും നമ്മുടെ പേര്. ഭയങ്കര പ്രശ്നം അവിടെ. വീടിനകത്തെല്ലാം മണ്ണ്, എന്തെല്ലാം പരിപാടി, തീ ഊതുന്നു, ഫോൺ വിളിക്കുന്നു, ഭയങ്കര പരിപാടിയായി കൊച്ച്. ഇതിൻ്റെ വിചാരം ഇത് ഒറിജിനൽ ചോറാണ്. കളിക്കുന്ന നേരം അത് നമ്മളെ ഈ വസ്തുമാറ്റ സിദ്ധാന്തം എന്ന് പറഞ്ഞ പോലെ ഒറിജിനൽ സാധനമാണെന്ന് കരുതിയാൽ ഇത് കൈകാര്യം ചെയ്യുന്നത്. നമ്മളെത്ര പറഞ്ഞാലും സമ്മതിക്കില്ല. നമ്മൾ കാണാതെ അതിങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അരച്ച സാധനമൊക്കെ. അടുത്ത ആളിന് വിളമ്പി കൊടുക്കും, ഇച്ചിരി തിന്ന്, നല്ലതാണെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. ഇതെല്ലാം ഇവിടെ നിന്നൊക്കെ പെറുക്കിയതാണ്. നമ്മളെത്ര ബോധവൽക്കരിച്ചാലും അതിന് മാറ്റം വരികയല്ല. പക്ഷേ ഒരു 12:30 സമയമൊക്കെ ആകുമ്പോൾ കിച്ചണിൽ നിന്ന് നല്ല ഫ്രഷ് ഫുഡ്, ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈഡൊക്കെ ഗന്ധം വരുമ്പോൾ ഒക്കെ മനസ്സിലായി സംഗതി മാറി. ഇവൾ തന്നെ കാല് കൊണ്ടൊരൊറ്റ അടി ചിരട്ടക്കിട്ട് ഒരോട്ടോ ഓടിപ്പോയി അവിടെ ഇരിക്കും ഭക്ഷണത്തിന്. കാരണം എന്താ അറിയോ? പൊരുളായത് വന്നപ്പോൾ നിഴലായതങ്ങ് പോയി. ഈ ഭൂമിയിൽ കിട്ടുന്നല്ല ഇത്രയേ ഉള്ളൂ മക്കളെ. ഒരു ദിവസം ഇത് തട്ടിക്കളയും നമ്മൾ. പൊരുളായതിനെ കാണുമ്പോൾ, വാസ്തവമായതിനെ കാണുമ്പോൾ പ്രതിബിംബം നിരാകരിച്ച് ഈ ലോകവും ഈ മായ ഉപേക്ഷിച്ച് യേശുവിന് വേണ്ടി കടന്നു പോകുന്ന ആ ശുഭനിമിഷങ്ങളെ നമുക്ക് ആത്മാവിൽ കാണാം. എല്ലാ കണ്ണുകളും അടച്ചട്ടെ, എല്ലാ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിയട്ടെ. എനിക്ക് യേശുവിന് വേണ്ടി നിൽക്കണം. ജോലിയോടൊപ്പമോ ജോലിയോട് കൂടെയോ ജോലി ഇല്ലാതെയോ യേശുവിൻ്റെ വിളി പോലെ എനിക്ക് യേശുവിനെ പ്രസംഗിക്കണം. ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് കൈപൊക്കിക്ക്. യേശുവിനായി നിൽക്കാൻ മനസ്സുള്ള കുഞ്ഞുങ്ങൾ. ചില കുഞ്ഞുങ്ങൾ കരമുയർത്തുന്നു. ആരും പരസ്പരം നോക്കണ്ട. കൊച്ചു കുട്ടികളടക്കം കരമുയർത്തി കാണുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ മക്കളെ. യേശുവിനായി നിൽക്കാൻ സമർപ്പണം ചെയ്ത് കുഞ്ഞുങ്ങളെ, ഈ കുഞ്ഞുങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്ന സന്തോഷമുള്ള മാതാപിതാക്കളും കരമുയർത്തിയട്ടെ. നമ്മുടെ എല്ലാ മക്കൾ യേശുവിനെ പ്രസംഗിക്കാൻ ശക്തരാകട്ടെ. അല്പനേരം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി തിരുസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഈ വചനം കേട്ട ഏവർക്കും പുനരാഗമനം ചെയ്യാൻ പോകുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കൽപ്പിക്കുന്നു. തുടർന്ന്